നമസ്കാരം. സ്നേഹമുള്ളവരെ, വിശുദ്ധ റാഫേൽ മാലാഖയുടെ നാമധേയത്തിലുള്ള നമ്മുടെ ഈ വിദ്യാലയത്തിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച് തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് സേവന കാലാവധി പൂർത്തിയാക്കി ഈ വിദ്യാലയ തിരുമുറ്റത്തു നിന്നും ഇന്ന് പടിയിറങ്ങുന്ന ഞങ്ങളുടെ പ്രിയ അധ്യാപകരായ നിഷ ടീച്ചർക്കും ആനി ടീച്ചർക്കും സ്നേഹപൂർവ്വം ആശംസകൾ അർപ്പിക്കുന്ന ഈ ചടങ്ങിലേക്ക് ഏവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഏതൊരു ചടങ്ങും അനുഗ്രഹപ്രദമാകുന്നത് ഈശ്വര സാന്നിധ്യത്തോടെയാണല്ലോ. ഈശ്വര പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി ടീച്ചർ. ഇന്നത്തെ ഈ വിരമിക്കൽ ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ ജോജി തോമസ് സാറിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മാനേജർ സാർ, എച്ച്.എം, നമ്മുടെ ഈ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ടീച്ചർ, ആനി ടീച്ചർ, PTA പ്രസിഡന്റ്, അധ്യാപകരെ, അനധ്യാപകർ, വേർപാടെന്ന് പറയുന്നത് എല്ലാവർക്കും വേദനാജനകമാണ്. എന്നാലും നമ്മളോട് ഏതാണ്ട് ഞാൻ ടീച്ചർമാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് 1975 മുതൽ ഇവിടെ സർവീസിലുള്ളവരാണെന്നാണ് പറഞ്ഞു. 75 എന്ന് പറയുമ്പോൾ എനിക്ക് ഏകദേശം 1 വയസ്സാണ്. അപ്പോൾ നിങ്ങളൊക്കെ ജനിച്ചിട്ടുണ്ടോ എന്ന് പോലും ഒരു സംശയമാണ്. ഈ 75 മുതൽ ഈ സ്ഥാപനത്തിൻ്റെ നെടുന്തൂണായിട്ട് നടക്കുന്ന ഈ അധ്യാപകരെ നമുക്ക് എത്ര വിശേഷിപ്പിച്ചാലും മതിയാവുകയില്ല. കാരണം അവര് ഈ സ്ഥാപനത്തിന് വേണ്ടി അവരുടെ ജീവിതത്തിന്റെ ഒരു നല്ല കാലഘട്ടം ഉപയോഗിച്ചവരാണ് ഇവര് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവരുടെ ജീവിതം ഇനിയുള്ള കാലഘട്ടം നല്ല രീതിയിൽ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ജോമോനച്ഛൻ ഇപ്പോൾ നമ്മുടെ മാനേജർ അച്ഛൻ പള്ളിയിൽ പല തിരക്കുണ്ട്, ഇന്റൻസീവ് ബൈബിൾ കോഴ്സ് നടക്കുകയാണ്. അച്ഛൻ്റെ ഇടവകയിലെ വികാരിയച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞു, അതിന് ചടങ്ങിന് പോയി. ഇതിന്റെ തിരക്കിനിടയ്ക്കും സ്വന്തം സ്ഥാപനത്തിലെ ഒരു 2 വ്യക്തികൾ ഫംഗ്ഷനിൽ എത്തുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. അച്ഛനെ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ PTA പ്രസിഡന്റ് മധു സാറ് എപ്പോഴും നമ്മുടെ കൂടെയാണ്. നമുക്ക് എന്ത് കാര്യത്തിലും താങ്ങും തണലായിരിക്കുന്ന PTA പ്രസിഡന്റിനെയും മറ്റ് PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 2 വ്യക്തിത്വങ്ങള്, നിഷ ടീച്ചർ എപ്പോൾ നോക്കിയാലും നമ്മളോട് നല്ല രീതിയിൽ ചിരിച്ച് നല്ലൊരു ഡാൻസർ എന്നൊക്കെയാണ് പറഞ്ഞത്. ഡാൻസ് കാണാനായിട്ട് പറ്റിയിട്ടില്ല, ഇനി കാണാൻ പറ്റുമായിരിക്കും പ്രതീക്ഷിക്കാം. ആനി ടീച്ചർ അതുപോലെ തന്നെ വളരെ സൗമ്യമായിട്ട് നല്ല പുഞ്ചിരിയോടുകൂടി ആയിരിക്കുന്ന നിഷ ടീച്ചറെയും അതുപോലെ തന്നെ ആനി ടീച്ചറെയും യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ എച്ച്.എം, ഞാനിവിടെ വന്നിട്ട് 2ാമത്തെ വർഷം കഴിഞ്ഞു. ആദ്യത്തെ വർഷത്തിൽ ലിജി ടീച്ചറായിരുന്നു. എച്ച്.എം വന്നതിന് ശേഷം വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എച്ച്.എമ്മിനെയും എൻ്റെ കൂടെ ആയിരിക്കുന്ന മറ്റ് അധ്യാപകരെയും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. സാറിനെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ചടങ്ങിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോമോൻ ശങ്കുരിക്കലാണ്. അദ്ദേഹത്തെ അധ്യക്ഷ പ്രസംഗത്തിനായി ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു.
ലിസൺ ടീച്ചറിനും ആനി ടീച്ചറിനും ബർത്ത്ഡേയുടെ മംഗളങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. നമ്മുടെ സ്കൂളിൻ്റെ കുറേ പ്രോഗ്രാമുകൾ ഞാൻ വീഡിയോസിലൂടെ കാണുന്നതുകൊണ്ടാണ് ജൂബിലി ആയിരുന്നു, അല്ലേ? ഗോൾഡൻ ജൂബിലി ആയി പ്രായത്തിൽ. ഓക്കെ, ആനി ടീച്ചറിന് 56. തുടക്കത്തിൽ നമ്മുടെ സാറ് ഇവിടെ സ്കൂളിൽ കയറിയ വർഷം സാറിന് 1 വയസ്സെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കൺഫ്യൂഷനായിട്ട്, പക്ഷെ അത് പിന്നീടാണ് എനിക്ക് ക്ലാരിഫൈ ചെയ്ത് കിട്ടിയത്. ഞാനപ്പോൾ സാറിന് നോക്കി 28-29 വയസ്സുള്ളൂ. അതായാലും നമുക്കറിയാം നമ്മുടെ UP സെക്ഷനിൽ നെടുന്തൂണായുള്ള 2 പേരാണ് ഇപ്പോൾ ഇവിടെ നിന്ന് റിട്ടയർ ആവുന്നത്. ഇനിയുള്ളവർ എനിക്ക് തോന്നുന്നു ലൈജു ടീച്ചറും സോണിയ ടീച്ചറും അല്ലേ? ബാക്കി എല്ലാവരും സ്ഥിരപ്പെടാൻ പോണേ ഉള്ളൂ അല്ലേ? ഓക്കെ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അല്ലേ അപ്പോയിൻമെൻറ്റ് പാസ്സാവാൻ കാത്തിരിക്കുന്നവരാണ്, ജൂനിയേഴ്സാണ്. അപ്പോൾ ഒരു യുഗത്തിൽ ഒരുമിച്ച് വന്നവരിൽ 2 പേര് ഒരുമിച്ച് പടിയിറങ്ങുന്നു. അവർ നമ്മുടെ ബിഷ ടീച്ചർ കഴിഞ്ഞ വർഷം പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. ഈ മുന്തിരിത്തോടിലെ ജോലിക്കാർ എന്ന് പറയുന്ന പോലെയാണ്. ആ ബിൽഡിങ്ങിൽ വെളിച്ചമില്ല, ഫാനുമില്ല. അപ്പോൾ പണ്ടൊക്കെ കുഴപ്പമില്ല. പണ്ടൊക്കെ ഈ മഴ വരുമ്പോൾ നോട്ട്സ് എഴുതാനൊക്കെ നമുക്ക് നമ്മുടെ പഴയ സ്കൂളുകളിലൊക്കെ കാഴ്ച പരിമിതികളുള്ളവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ ഒരു ബിൽഡിംഗ് ആയിരുന്നു. ഇവർ പോണതിന് മുമ്പ് അതിൻ്റെ വെളിച്ചം കാണിക്കുന്ന ആഗ്രഹം കൊണ്ടാണ് മേൽക്കൂര വിളിച്ച് കാണുന്നത്. പുതിയ ഒരു ദിവസം കൊണ്ടുവരണം. പുതിയ ഫാനൊക്കെ കിട്ടിക്കഴിയും. ഫാനൊക്കെ കഴിയുമ്പോൾ നമുക്ക് കൊണ്ടുവരണം. അവിടുത്തെ കാറ്റും പൊളി. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞത് പരിമിതമായ സാഹചര്യങ്ങളിൽ അവർ ജോലി ചെയ്ത വർഷങ്ങൾ നമുക്കറിയാം. പക്ഷേ ഭാഗ്യപ്പെട്ടവരാണ്. കാരണം പരിമിതമായ സാഹചര്യങ്ങൾ പരിമിതമാണെങ്കിലും കുട്ടികൾ പറഞ്ഞാൽ കേൾക്കുന്നുണ്ടല്ലേ? ഇപ്പം തിരുവനന്തപുരത്ത് ഇത്തിരി പാടായിരിക്കും. കാരണം ടീച്ചേഴ്സ് കുട്ടികളെ എല്ലാവരെയും ഒത്തിരി പേര് കുട്ടികൾ നമ്മളോട് സ്നേഹത്തോടെ നമ്മൾ പറയുന്നതനുസരിച്ച് ഒബീഡിയൻ്റായിട്ടൊക്കെ നിൽക്കും. ഇനിയുള്ള കാലത്ത് എനിക്ക് തോന്നുക സൗകര്യങ്ങളെക്കാൾ ഉപരി നമുക്ക് മാനസിക സമ്മർദ്ദം വരുന്ന കുട്ടികൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അവരെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്, അതൊക്കെ അനുസരിച്ചാണ്. അപ്പോൾ അവർ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ രക്ഷപ്പെട്ട് നിൽക്കുകയാണെന്ന് ഞാൻ പറയും. നമുക്കറിയാം നമ്മുടെ പ്രത്യേകിച്ച് പുരുഷ ടീച്ചേഴ്സിനൊക്കെ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്കൂളൊക്കെ പഠിപ്പിക്കാനായിട്ട്. നമുക്ക് അവരെ പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് അവരെ വെല്ലുവിളിക്കാൻ സാധിക്കും. പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് അവർക്കെതിരെ പല ആരോപണങ്ങൾ ഉന്നയിക്കാൻ സാധിക്കും. ഞാൻ ബിഷ ടീച്ചർ ആനി ടീച്ചറും നമ്മുടെ സ്കൂളിനെ നീണ്ട വർഷങ്ങൾ 28, 30, 33 വർഷങ്ങൾ നമുക്ക് വേണ്ടി ചെയ്ത സേവനങ്ങൾ, അവരുടെ 1-ാം ക്ലാസ് തുടങ്ങി പഠിച്ചവർ ആ പഠിച്ച സ്കൂളിലുള്ള സ്നേഹം, അതോടൊപ്പം തന്നെ പഠിപ്പിച്ച അധ്യാപകരുടെ സ്നേഹം, പിന്നെ കുട്ടികളോടുള്ള ഒരു വാത്സല്യം, ഇതൊക്കെ കൊണ്ട് അവരുടെ നീണ്ട വർഷങ്ങൾ ജീവിതത്തിലെ 56 വർഷങ്ങൾ എടുക്കുമ്പോൾ 33 എന്ന് പറയുമ്പോൾ 33 വർഷങ്ങൾ അധ്യാപനത്തിന് വേണ്ടിയിട്ട് പകുതി മാറ്റിവെച്ചു. പകുതിയോടെ തന്നെ ആനി ടീച്ചറും അവരുടെ ജീവിതത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ അധ്വാനത്തിന് ദൈവം പ്രതിസമ്മാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ റിട്ടയർമെൻറ്റ് ജീവിതകാലം നമുക്കറിയാം. ഇനിയുള്ള ജീവിതകാലത്ത് കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ ഉണ്ട്. 2 പേർക്കും വീട്ടിലെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ നമുക്കറിയാം രോഗിയായിട്ടുള്ള സാറിനെ നോക്കേണ്ടതുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള കാലത്ത് കുടുംബത്തിന് വേണ്ടിയിട്ട് ഇവിടേക്ക് വേണ്ടി സമർപ്പണം ചെയ്ത ജീവിതം കൂടുതലായിട്ട് കുടുംബത്തിന് വേണ്ടി ഒരു സമർപ്പണം ചെയ്യുകയാണ്. ഒരു കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടുന്നു, ഇവരെ യാത്രയാക്കുന്നത് നമുക്കറിയാം. ദേഹമാണ് അകന്നു പോവുക, മനസ്സ് എപ്പോഴും
ഒരുമയോടെ ഉണ്ടാകാനായിട്ട് സാധിക്കും. നമ്മുടെ തുടർന്നുള്ള പ്രോഗ്രാമുകൾക്കൊക്കെ അവർ വീണ്ടും വീണ്ടും ക്ഷണിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഒരു സന്തോഷത്തോടെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ചേർന്ന് നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അന്ന് ആനിവേഴ്സറിയിൽ സൂചിപ്പിച്ചായിരുന്നു. രണ്ടുപേരും വളരെ പ്രയർഫുള്ളായിട്ടുള്ള ആൾക്കാരാണ്. എനിക്ക് ആനഡീസൊക്കെ രാവിലെ ഞാൻ ആനഡീസിൻ്റെ സാറിനെ കാണാൻ പോയപ്പോൾ രാവിലെ എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ട് അവിടെ നിന്ന് അത് കഴിഞ്ഞ് 8 മണിയാകുമ്പോഴത്തേക്ക് അവർ അവിടെ നിന്ന് 3 ടീച്ചേഴ്സ് ഒരുമിച്ചാണ് സ്റ്റാഴ്സിൻ്റെ വണ്ടിക്ക് ഇവിടെ വരും. അപ്പോൾ മിസ് അപ്പോൾ അതൊക്കെ വളരെ പ്രയത്നമായിട്ടുള്ള ദൈവത്തിനെ ആശ്രയിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് വളരെ സൗഹൃദത്തോടുകൂടി കുട്ടികളോട് വന്ന് രക്ഷിച്ചത് എന്തും തുറന്നു പറയുന്ന മനോഭാവം, അതുപോലെ തന്നെ കുട്ടികളോട് വിഷയം പഠിപ്പിക്കാനായിട്ട് അവർ കാണിച്ച എന്താണ് അവരുടേതായ എഫർട്ട്, അതെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും മക്കളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ എപ്പോഴും ഒപ്പമുണ്ടാകും. നിങ്ങളുടെ ശിഷ്ട ജീവിതകാലം, റിട്ടയർമെൻറ്റ് ജീവിതകാലം കൂടുതൽ നന്മ ചെയ്യാനായിട്ട്, കുടുംബത്തിന് കൂടുതൽ നന്മ ചെയ്യാനായിട്ട്, അതോടൊപ്പം സാധിക്കുമ്പോഴൊക്കെ സ്കൂളിലേക്ക് തിരികെ വരാനും സ്കൂളിനോട് ചേർന്ന് നിൽക്കാനൊക്കെയുള്ള എല്ലാ അനുഗ്രഹവും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകൾ നൽകുന്നു. ഹൃദയം നിറഞ്ഞ നന്ദിയും. അന്ധകാരം അകറ്റുന്നവരാണ് അധ്യാപകർ. അനേകായിരം വിദ്യാർത്ഥി മനസ്സുകളിലെ തമസ്സകറ്റി അവരിൽ അക്ഷരദീപം തെളിയിച്ച് അവരെ പ്രകാശത്തിലേക്ക് ആനയിച്ച് ഈ വർഷം റിട്ടയർ ചെയ്യുന്ന നമ്മുടെ പ്രിയ ലിഷ ടീച്ചറെയും ആനി ടീച്ചറെയും ആദരിക്കുന്നതിനായി അടുത്ത അധ്യയന വർഷം വിരമിക്കുന്ന അധ്യാപകരായ ലൈജു ടീച്ചറെയും സീന ടീച്ചറെയും എൽസമ്മ ടീച്ചറെയും ഒപ്പം സുമ സിസ്റ്ററിനെയും സോഫി ടീച്ചറെയും ധന്യ ടീച്ചറെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വാക്കുകൾ കൊണ്ട് തീർക്കാൻ കഴിയാത്ത നന്ദിയും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കടപ്പാടും ഈ ചെറിയ സമ്മാനത്തിലൂടെ ഞങ്ങൾ കൈമാറുന്നു. ഇത് വെറുമൊരു വസ്തുവല്ല, മറിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ സ്നേഹത്തിനും വഴികാട്ടലിനും പകരമായി ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നൽകുന്ന ഒരു സ്മരണികയാണ്. ഈ ഉപഹാരം നൽകുന്നതിനായി നമ്മുടെ സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ജോമോൻ ചങ്കൂരിക്കലിനെയും സ്കൂൾ പ്രിൻസിപ്പൽ ജോജി തോമസ് സാറിനെയും HM റവറൻഡ് സിസ്റ്റർ അൽഫോൺസയെയും ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സിസ്റ്റർ അടുത്തേക്ക് അടുത്തേക്ക് സാർ ടീച്ചറെ നേരെ ഓക്കെ വിടപറച്ചിലുമെല്ലാം ജീവിതത്തിൽ അനിവാര്യമായ സന്ദർഭങ്ങളാണ്. അത് ഉൾക്കൊള്ളുക മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ. ഈ അവിസ്മരണീയമായ സന്ദർഭത്തിൽ 33 വർഷത്തെ സർവീസിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിന്നുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നതിനായി ലിഷ ടീച്ചറെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.
സ്റ്റേജിലേക്ക് വിശിഷ്ടാതിഥികളെ, സ്നേഹമുള്ള എൻ്റെ സഹപ്രവർത്തകരെ, 1993 ജൂൺ 16 ഞാൻ സർവീസിൽ കയറിയത്. 2026 മാർച്ച് 31 റിട്ടയറാവുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ സ്കൂളുമായിട്ട് ഒത്തിരി ഒരു 43 വർഷത്തെ സർവീസോളം ഉണ്ടെന്ന് പറയാൻ പറ്റും. ഈ സ്കൂളിൽ പഠിച്ചു, 1 മുതൽ 10 വരെ പഠിച്ചു. അതിനുശേഷം ഇവിടെ തന്നെ ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ ഗുരുക്കന്മാർ, ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപകരോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ആദ്യകാലഘട്ടങ്ങളിൽ അവരുടെ ശിക്ഷണത്തിൽ ഓരോ കാര്യങ്ങൾ അടുക്കുപടി ചെയ്ത് നമ്മളെ പഠിപ്പിച്ച് അങ്ങനെ അപ്പോഴും പഠിക്കുകയായിരുന്നു നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ, ഓരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. അങ്ങനെ നമുക്ക് അവരോടൊപ്പം ജോലി ചെയ്യാൻ സാധിച്ചു. അന്ന് എന്നെ നിയമിച്ച കരിയാറ്റി അച്ഛൻ്റെ ആത്മശാന്തിക്ക് നിത്യശാന്തിയായിരുന്നു. പിന്നെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന സഹപ്രവർത്തകർ, ചരമം മരിച്ചുപോയ സഹപ്രവർത്തകർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത്ര ദിവസവും അങ്ങനെ തോന്നിച്ചില്ല, പക്ഷേ ഇന്നൊരു നമുക്കൊരു ഭയങ്കര വിഷമം പോലെ തോന്നിക്കുന്നത് പറയാൻ കിട്ടണില്ല. ഇപ്പോൾ നമ്മുടെ സ്നേഹനിധിയായ അൽഫോൺസാമ്മയ്ക്കും ഒത്തിരി നന്ദി പറയുകയാണ്. മാനേജരച്ഛൻ, കൊച്ചച്ഛൻ, എല്ലാവർക്കും നന്ദി പറയുന്നു. അവർ ചെയ്ത് സഹായിച്ചതിനൊക്കെ ഒത്തിരി നന്ദി പറയുന്നു. ഞാൻ എന്തെങ്കിലും നിങ്ങളോടൊക്കെ എന്തെങ്കിലും ഏതെങ്കിലും സമയത്ത് ദേഷ്യത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ തുറന്നങ്ങ് പറയും, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഉള്ളൊന്നും ഇല്ല, ജസ്റ്റ് നിങ്ങളോട് അപ്പം തന്നെ ഞാൻ അപ്പം തന്നെ ക്ലോസ് ആയിട്ടുണ്ടാവും. എങ്കിൽ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. ചെയ്ത എല്ലാത്തിനും സമ്മാനത്തിനും എല്ലാത്തിനും ഒത്തിരി ഒത്തിരി നന്ദി പറയുകയാണ്. എല്ലാവരും ഇത് കഴിയുമ്പോൾ വീട്ടിലോട്ട് വരണം, ഞങ്ങളുടെ വീട്ടിലോട്ട്. എപ്പോഴും നിങ്ങളെപ്പോൾ എന്ത് വിളിച്ചാലും എന്ത് കാര്യത്തിനും ഞങ്ങളെ ഉപയോഗിച്ചു അത് ഓർക്കണം. കാരണം ഈ മണ്ണിലാണ് നമ്മളെല്ലാ കാര്യങ്ങളും, നമ്മുടെ എല്ലാ കാര്യങ്ങളും നിലനിന്ന് പോയിരുന്നു. അപ്പം അതുകൊണ്ട് ഒരിക്കലും മറക്കുകയില്ല. പൺമാലാഖയുടെ ആ നാമധേയത്തിലുള്ള ഈ സ്കൂളും പള്ളിയൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇടവക പള്ളിയായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ഒരിക്കലും നമുക്ക് ഇതിനകത്തൊന്നും വലിച്ചു വേറെ സ്ഥലത്ത് പോകാനായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എങ്കിലും ഇപ്പോൾ പോവുകയാണ് നമ്മളെ ഔദ്യോഗികമായിട്ട് പറയാനും. പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹസഹകരണങ്ങളെല്ലാം ഉണ്ടാകണം. ഇനിയും ഞാൻ നിങ്ങളെപ്പോൾ വിളിച്ചാലും വരും, എന്ത് സഹായങ്ങളും എൻ്റെ അടുത്തുനിന്നുണ്ടാവും. ഒരിക്കലും നിങ്ങളാരും മറക്കത്തില്ല. പ്രാർത്ഥനയിൽ ഓർക്കും. ലവ് യു ഓൾ. ലവ് യു. വികാരനിർഭരമായ വാക്കുകൾക്ക് നന്ദി. ഒരുമിച്ചുള്ള നല്ല നാളുകൾ, നല്ല അനുഭവങ്ങൾ, അതെല്ലാം ഓർമ്മകളായി മാറുകയാണ്. ആ ഓർമ്മകളെ മനസ്സിൽ നിറച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഇഷ ടീച്ചർക്കും ആൻ ടീച്ചർക്കും ആശംസകൾ സംസാരിക്കുന്നതിനായി UP വിഭാഗത്തിൽ നിന്നും സുമ ടീച്ചറെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കാം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൻ ടീച്ചർ, ഇഷ ടീച്ചറെ ഞാൻ ഒരുപാട് ആശംസകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഇതുവരെ എനിക്ക് പറയേണ്ടി വന്നിട്ടില്ല. ഇന്ന് എത്തുമെന്ന് തന്നെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇവിടെ എത്തി, നേരത്തെ തന്നെ എത്താൻ പറ്റി. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 അധ്യാപകരാണ്. ഞാനിവിടെ വരുന്നത് 2018 അപ്പോഴിവിടെ ഉള്ളത് UP-യിലെ 14 ഡിവിഷൻസ് അന്നുണ്ട്. 2 ഹിന്ദി അധ്യാപകരെ കൂടി കൂട്ടി ഞങ്ങൾ 16 അധ്യാപകരാണെന്നുണ്ടായിരുന്നത്. ഈ 16 അധ്യാപകരും അന്ന് ഞാനിവിടെ വരുമ്പോൾ എൻ്റെ ചേർത്ത് നിർത്തിയ അധ്യാപകരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് ഇന്നുള്ള ഇഷ ടീച്ചറും ആൻ ടീച്ചറും. അത് മാത്രമല്ല, പുറകോട്ട് ആദ്യം ഈ ആശംസ പറയുന്നത് മാസങ്ങൾക്ക് മുമ്പ് സ്റ്റാഫ് റൂമിൽ ഡിസ്കഷൻ വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ രാജു ടീച്ചർ പറയാനാണ്. കാര്യം രാജു ടീച്ചറാണ് ഏറ്റവും ഭംഗിയായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കാനും അടുക്കും ചുറ്റോടും കൂടി തയ്യാറായിട്ട് വന്നൊക്കെ പറയാനുള്ള ഒരു ടാലൻറ്റ് നമ്മുടെ രാജു ടീച്ചറിനാണ്. രാജു ടീച്ചർ അതേറ്റില്ല. അപ്പോൾ മേഘയോട് പറഞ്ഞു, മേഘയെ പറ്റില്ല. എന്നാൽ പിന്നെ ഞാൻ റെഡി. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒരു കാര്യവും നടക്കാൻ വരാൻ പാടില്ല, നടത്തിയേ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ ഏറ്റതൊക്കെയാണ്. സത്യത്തിൽ ഞാൻ ഇത് മറന്നുപോയി. പക്ഷെ ഇന്നലെ ഉണ്ടായ ചില പ്രത്യേക സാഹചര്യങ്ങൾ മൂലം ഇവിടെ എത്താൻ പറ്റുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല. അപ്പം നിൽക്കുമ്പോൾ എനിക്ക് നല്ല തലവേദനയുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. കാര്യം ഞാൻ ഏറ്റെടുത്ത ഡ്യൂട്ടി ചെയ്തിട്ടേ എനിക്ക് അങ്ങനെ ഒരു ദൃഢനിശ്ചയമുള്ള ആളാണ്. 2018 ജൂണിൽ ഇവിടെ വരുമ്പോൾ ആനി ടീച്ചറിനെ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ ടീച്ചർ ഒരു
പിസ്ത സാരിയാണ്. ടീച്ചറിന്റെ പ്രത്യേകത എപ്പോഴും ആഢ്യത്വം നിലനിർത്തേ ഡ്രസ് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ വേഷവിധാനം, മറ്റുള്ളവരുള്ള സംസാരം എല്ലാം ശ്രദ്ധിക്കാറുണ്ട് എല്ലാവരെയും. കാരണം അങ്ങനെ ഒരു പ്രത്യേകത ഇട്ട ആളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ മുമ്പിൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്ത് കാര്യമായാലും. ഈ സൈലൻസ് ഒരു സ്വഭാവവുമാണ്. ഇനി ആനി ടീച്ചർ പിറ്റേ ദിവസം ഞാൻ വന്നു. പിറ്റേ ദിവസം ആനി ടീച്ചറിനെ കാണാനില്ല. അന്വേഷിച്ചപ്പോൾ അറിയണത് ICUവിലാണ്. ഞാൻ ഇതുവരെ പല വിദ്യാലയങ്ങളും പല സ്ഥലങ്ങളും പോയിട്ടുണ്ട്. ആർക്കും പിറ്റേ ദിവസം ICU കയറേണ്ടി വരുന്ന ഗതികേടില്ല. ഉള്ളിൽ ചെറിയൊരു വേദന വന്നു. കാര്യം ഞാൻ വന്നതേ ഉള്ളൂ, ഇനി ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആനി ടീച്ചർ എത്തി. അന്ന് ഈ ആനി ടീച്ചറെ കുറിച്ച് ഞാൻ ആദ്യം സംസാരിക്കുകയാണ്. രണ്ടുപേരും സോഷ്യൽ സയൻസ് അധ്യാപകരാണ്. രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ഒത്തിരി സ്വഭാവ സവിശേഷതകളുണ്ട്. ഈ സോഷ്യൽ സയൻസ് അധ്യാപകരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും മാത്സ് ആണ് എന്താണ് അല്ലെങ്കിൽ ഫിസിക്സ് ആണ് ഈ ലോകത്തെ നിൽക്കുന്നത്. പക്ഷേ സോഷ്യൽ സയൻസ് അധ്യാപകരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, സൊസൈറ്റിയുടെ പ്രശ്നങ്ങളെ അടുത്തറിഞ്ഞ് പരിഹരിക്കണമെങ്കിൽ അവിടെ സോഷ്യൽ സയൻസ് അധ്യാപകർ വേണം. ഞാൻ കണക്കും പഠിപ്പിക്കാറുണ്ട്. 5, 3, 8 എന്ന് പറയാനായിട്ട് എവിടെ ചെന്നാലും 5+3 അത് ലണ്ടനിൽ പോയാലും USA പോയാലും കടപ്പുറത്ത് പോയാലും ചേർത്തലേ പറഞ്ഞാലും 8 അല്ലാതെ പുറത്താക്കാൻ പറ്റില്ല. പക്ഷെ സോഷ്യൽ സയൻസുകാര് മാനേജ് ചെയ്യുന്ന സൊസൈറ്റിയിലെ നാനാ തുറകളുള്ള ആൾക്കാരെയും ഏതൊരു സോഷ്യൽ ഇഷ്യൂ എന്നുള്ള അതിനെ പരിഹരിക്കണമെങ്കിൽ അതിന് രണ്ടും പ്രാപ്തരായ അധ്യാപകരാണ് ഈ രണ്ടുപേരും. ഇനിയും പറയാനാണെങ്കിൽ ആനി ടീച്ചറെ കുറിച്ച് പറയുമ്പോഴാണ് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. 18 തൊട്ട് എനിക്ക് തോന്നണം കോവിഡ് വരെ വന്നുകൊണ്ടിരുന്നത് അല്ലേ. ലിലി ജോർജ് സിസ്റ്റർ ഉണ്ടാവും, റെജി ടീച്ചർ ഉണ്ടാവും, ഞാൻ, ആനി ടീച്ചർ. അപ്പോൾ വാഹനത്തിൽ കയറുമ്പോൾ രാവിലെയൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് വന്നെങ്കിലും വാഹനത്തിൽ കയറുമ്പോൾ തന്നെ ടീച്ചർ ഇങ്ങനെ കോമഡി പറയാൻ തുടങ്ങും. അപ്പോൾ എന്താണ് നമ്മൾ ചിരിച്ചു കഴിയുമ്പോൾ നമ്മുടെ എന്താണ് എനർജി ഒത്തിരി കൂടും. അപ്പോൾ അതിൻ്റെ പറ്റിയാണ് യോഗ ക്ലാസ് തുടങ്ങുക. അപ്പോൾ ഈ 4 പേര്, ഈ 3 പേരും കൂടി എന്നെ സപ്പോർട്ട്, 1, 2, 3 പേരും കൂടി എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ വളരെ ഭംഗിയായിട്ട് എനിക്കിവിടെ മോർണിംഗ് സെഷൻ നടത്തിക്കൊണ്ടു പോകാൻ പറ്റി. അതിൻ്റെ വ്യത്യാസം ഞാൻ മനസ്സിലാക്കുന്നത് വീണ്ടും 21 കോവിഡ് ശേഷം തുടങ്ങി. അപ്പോൾ എനിക്ക് വേണ്ടിയൊരു തെറ്റാണെന്ന് എനിക്കറിയാം. വണ്ടി എടുത്തു പോയി. വണ്ടി എടുത്തപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്കാണ് വരുന്നത്. ഒറ്റയ്ക്ക് വരുമ്പോൾ എന്താണ് എന്നെ ആരും ഹെൽപ്പ് ചെയ്യാനുണ്ടായില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു വർഷം അത് കൊണ്ടുപോയി. പക്ഷെ അതിന് അനുഭവിച്ച പ്രശ്നങ്ങൾ നിരവധിയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏറ്റെടുത്തത് പോലും വലിയ തെറ്റായിപ്പോയെന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനിയും ആനി ടീച്ചറിനെ കുറിച്ച് പറയുമ്പോൾ വളരെ വലിയ സപ്പോർട്ട് ഈ ടീച്ചർ തന്നിട്ടുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ടീച്ചർ എന്തിനേയും ബഹുമാനിക്കും. ഗുരുത്വം എന്ന് പറയുന്നത് ആനി ടീച്ചറിന് കിട്ടിയിട്ടുണ്ട്. 2 പേർക്കും ഉണ്ട് എന്ന് ഈ ഒരാൾക്കില്ലെന്നല്ല. എന്നാൽ ഈ ഗുരുത്വം നമുക്ക് എപ്പോഴും ഒരാളെ കുറിച്ച് പറയുമ്പോൾ വിനയത്തെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ആനി ടീച്ചറെ പ്രത്യേകത തന്നേക്കാൾ മുതിർന്നവരോടായാലും തന്നേക്കാൾ പ്രായം കുറഞ്ഞവരോടാണെങ്കിലും ടീച്ചർ വിനയത്തോടു കൂടിയേ സംസാരിക്കാറുള്ളൂ. അറിയല്ലേ, സ്വർണ്ണത്തിന് അല്ലെ വിദ്യാഭ്യാസത്തോടൊപ്പം വിനയം കൂടി വെച്ചാൽ സ്വർണ്ണത്തിന് സുഗന്ധം വെച്ചതുപോലെ ആനി ടീച്ചർ യഥാർത്ഥത്തില് വിനയം പെരുമാറ്റത്തിൽ എപ്പോഴും ഉള്ളതാണ്. ഇനി 3ാമതൊരു അനുഭവം പറഞ്ഞാൽ ഞങ്ങൾ കൃഷി നടത്തി 2 പേരും കൂടി അല്ലേ. എനിക്ക് എന്താ പറയണത്, ഇപ്പം എന്തായിട്ടൊന്നും അറിയാൻ വയ്യ. പക്ഷെ എന്ത് ചെയ്യാം, എന്തോ കൊണ്ട് എന്നെ ഏൽപ്പിച്ചു, ഞാനത് ഏറ്റെടുത്തു. അപ്പം എൻ്റെ കൂടെ സപ്പോർട്ടായിട്ടുണ്ടാകുന്ന ആനി ടീച്ചറാണ്. ഓരോ സമയത്തും തക്കതായ നിർദ്ദേശങ്ങൾ കൊണ്ട് വളരെ എന്താ പറയുക വ്യത്യസ്തമായിട്ട് എന്നാൽ വളരെ പ്രൊഡക്റ്റീവായ രീതിയിൽ അത് കൊണ്ടുവരുവാനായിട്ട് സാധിച്ചതിൽ ആനി ടീച്ചറിൻ്റെ പങ്ക് എനിക്ക് ഓർക്കാതിരിക്കാൻ വയ്യ. ഇനിയും ആനി ടീച്ചർ USSന് ഇവിടെ ഞാൻ ഓർക്കുകയാണ്. USS നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ നല്ല അധികം ക്ലാസ്സൊന്നും എടുത്തില്ല. പക്ഷെ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു ടീച്ചർ കൊടുക്കുന്നത് ധാരാളം കുട്ടികളെ വെച്ചാണ്. അപ്പോഴും ഈ കുട്ടികൾക്ക് നമ്മളൊരു എൻട്രൻസ് കോച്ചിങ്ങിന് പോകുമ്പോൾ അവരെ എങ്ങനെയാണോ ആപ്ലിക്കേഷൻ ലെവലിൽ കൊണ്ടുവരിക ആ രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരിക്കലും അത് എത്ര പേർ കിട്ടിയെന്നുള്ള നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഇപ്പം ഞാൻ പോലും എൻട്രൻസ് കോച്ചിങ്ങിന് പോയപ്പോൾ ആദ്യം എൻ്റെ ചേട്ടൻ പറഞ്ഞ ഇതാണ്, അവൾ എറണാകുളത്ത് പോകാൻ പഠിക്കട്ടെ. പണ്ട് ചേർത്തലേ പോകാൻ പോലും എനിക്ക് പേടിയായിരുന്നു, പോകുന്നില്ല ഞാൻ. ആ സ്ഥാനത്ത് തന്നെ ഒരു 2001 തോന്നുന്നു ഞാനിവിടെ ഈ സ്കൂളിൻ്റെ വാഴയ്ക്ക് കൂടി പോകുന്ന ആ സമയത്ത് ലിമിറ്റ് സ്റ്റോപ്പ് ഉണ്ടായിരുന്ന കാലഘട്ടം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യം ഇതാ, അവൾ എറണാകുളം പോകാൻ പഠിക്കട്ടെ എല്ലാ ദിവസവും. അങ്ങനെ എറണാകുളത്ത് അതൊരു പഠനം തന്നെയാണ്. നമ്മൾ ഉദ്ദേശിച്ച കാര്യം നേടിയില്ല. ഇപ്പോൾ LSS കിട്ടി USS കിട്ടില്ല എന്നുള്ളതല്ല, ആ കുട്ടിക്ക് കൊടുക്കുന്ന പഠനാനുഭവങ്ങളെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ടീച്ചർ അധ്യാപകർക്കൊക്കെ എന്താ പറയുക, അവരെയൊക്കെ ചായ കൊടുത്ത് അവരുടെ സമയത്ത് അവരെ ബൂസ്റ്റ് ചെയ്ത് അവസാനം ആ കുട്ടികളെ പരീക്ഷ എഴുതിപ്പിച്ച് കഴിഞ്ഞാണ് ആനി ടീച്ചറെ വീട്ടിൽ വന്ന് അസ്വസ്ഥമായിട്ടിരിക്കുക. ഇനിയും ആനി ടീച്ചറിനെ കുറിച്ച് പറഞ്ഞാൽ
ഈ കഴിഞ്ഞ ആന ടീച്ചറിൻ്റെ തമാശ ഞാൻ പറഞ്ഞില്ല, വളരെ വലിയ തമാശയാണ്. അപ്പോൾ ആന ടീച്ചറില്ലാതെ ശരിക്കും ഫീൽ ചെയ്തു ഈ വർഷം വന്നപ്പോൾ. അപ്പോൾ ഞാൻ ഓർത്തിരിക്കുന്ന 2 തമാശകളെന്ന് പറയും. എല്ലാ തമാശ ഈ ഓർക്കും. ഈ ടിൻറ്റുമാൻ്റെ തമാശകൾ പോലെ കുറച്ച് തമാശകളൊക്കെ എടുത്ത് നോക്കുന്ന സ്വഭാവം എനിക്കുള്ളതാണ്. അപ്പോൾ എന്തായാലും ആന ടീച്ചർ പറഞ്ഞതില്ല. നമ്മൾ ഒരു ദിവസം ഞാൻ 2021 പഴയ സ്റ്റാഫ് റൂമിൽ ഇരിക്കുമ്പോൾ ഇവിടുന്ന് പ്രൊമോഷൻ കിട്ടിപ്പോയ നീതു ടീച്ചറിന് ഒരു ആപ്ലിക്കേഷൻ ടീച്ചർ എഴുതി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇരിപ്പുണ്ട്, സൈലൻ്റായിട്ട് ഇരിക്കുകയാണ്. ആപ്ലിക്കേഷൻ്റെ കാര്യം എന്ന് വെച്ചാൽ ടീച്ചറിന് ഒരു ലീവ് വേണം, നീതുവിന് ലീവ് വേണം. അന്നിവിടെ ഹർത്താലാണ്. അപ്പോൾ അപ്പോയിൻമെൻറ്റ് പാസ്സാകാത്ത ആളായതുകൊണ്ട് നേരത്തെ തന്നെ ലീവ് എടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ ടീച്ചർ വിളിക്കണം. ഫ്രം അഡ്രസ് എഴുതി അവസാനം ഇന്ന കാരണം കൊണ്ട് ഞാനന്ന് ലീവാണെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. പിന്നെയാണ് ടീച്ചർ താഴ്മയായി അപേക്ഷിക്കുന്നു. അപ്പം ഞാൻ വീണ്ടും എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണം, എന്നെ അണങ്ങാതിരിക്കണം. വീണ്ടും പറഞ്ഞു താഴ്മയായി അപേക്ഷിക്കുന്നു. അവസാനം ഒരു കൊട്ടേഷൻ, അപേക്ഷിച്ച് നിന്നാലേ ജീവിച്ചു പോകാം. ഓർമ്മയില്ല ടീച്ചറെ? അപേക്ഷിച്ച് നിന്നാൽ ജീവിച്ചു പോകാം. ഇനി ഒരു ദിവസം ഞാൻ ടീച്ചർ ഇതുപോലൊരു കോമഡി അടിച്ചതാണ്. കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും എന്താണ് UP-ക്കാരെ ചെറിയ മൈക്രോഫോണൊക്കെ വാങ്ങിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാസ്റ്റ് ക്ലാസ് ഒക്കെ തന്നത്. ലിഷ ടീച്ചർ വോയിസ് വിടുമ്പോൾ ഞാൻ ചെടി പോട്ടു. അങ്ങനെ എല്ലാവർക്കും ഉണ്ട് ചെറിയ മൈക്രോഫോണൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ആന ടീച്ചറിനും ഉണ്ട്. ഒരു ദിവസം വൈകുന്നേരം ഞങ്ങളെല്ലാവരും ഞങ്ങളൊന്നും പൈസയില്ലെങ്കിൽ ഡെമ്പിനെയൊക്കെ കുറവൊന്നുമില്ല. എന്താ പറയണത്, ഈ സെസ്കോപ്പോലാണ് എൻ്റെ വൈദ്യുതി. അപ്പോൾ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ക്ലാസ് കഴിഞ്ഞ് വരികയാണ്. ആന ടീച്ചറെ പഴയ പൊളിച്ച കെട്ടിടത്തിൻ്റെ സ്റ്റാഫിന് ബാധിക്കുമെന്ന് പറയുക. ദാ വരുന്നു വിസിറ്റിംഗ് പ്രൊഫസേഴ്സ് എല്ലാം ക്ലാസ് എടുത്തിട്ടുണ്ട്. ദാ വരുന്നു വിസിറ്റിംഗ് പ്രൊഫസേഴ്സ്. അത് ടീച്ചർ പറഞ്ഞ സ്റ്റൈലിൽ പറഞ്ഞാലും നിങ്ങൾക്ക് ചിരിച്ചു കൊടുക്കും. ദാ വരുന്നു വിസിറ്റിംഗ് പ്രൊഫസേഴ്സ്. മനസ്സിലായോ? ഒറ്റ നിമിഷം കൊണ്ട് ഞങ്ങളെയൊക്കെ ആരാക്കി? പ്രൊഫസർമാരാക്കി. അങ്ങനെ ചെറുതും വലുതുമായ തമാശകളെ ക്ലാസ്സുകൾക്ക് കൊണ്ട് ഇടവേളകളെ സമ്പന്നമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട ആന ടീച്ചർ. നിലിഷ ടീച്ചറിനെ കുറിച്ച് ഇവർ രണ്ടുപേർക്കും കോമണായ ഒത്തിരി സ്വഭാവങ്ങളുണ്ട് കേട്ടോ. നിലിഷ ടീച്ചറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ടീച്ചറുടെ കുടുംബത്തിലെ മൂത്ത കുട്ടിയാണ്, മൂത്ത മകളാണ്. അപ്പോൾ തൻ്റെ കുടുംബത്തോട് വേണ്ടുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും 100% ചെയ്ത വ്യക്തിയാണ്. പിന്നെ ഇവർ രണ്ടുപേരെയും പ്രത്യേകത വെച്ചാൽ സാമ്പത്തികമായിട്ട് ഞാൻ എന്ത് സഹായം ചോദിച്ചു, എൻ്റെ വീട്ടിലേക്കല്ല, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയിട്ടുമല്ല, പക്ഷേ ഈ സ്കൂളിന് വേണ്ടി ഞാൻ ആയിരിക്കുന്ന ഏറ്റവും പ്രത്യേകമായി പറഞ്ഞാൽ ഞാനിവിടെ വന്ന് 19-ന് തുറവൂർ ഒരു യോഗാ സെൻറ്റർ പണിയണം. ലക്ഷങ്ങളുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ടീച്ചർമാരെയൊക്കെ ഞാൻ പിടിച്ചു. എല്ലാവരും ഈ 2 ടീച്ചറും എനിക്ക് നല്ലൊരു എമൗണ്ട് എനിക്ക് തന്നു. അന്ന് അത് യോഗയല്ല ഓരോരുത്തർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവരാരും അറിയാതെ എൻ്റെ കയ്യിലേക്ക് വലിയ എമൗണ്ട് തന്ന ടീച്ചർമാരാണ് ഈ 2 പേരും. അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇന്ന് അവിടെ ആയിരങ്ങളാണ് വന്ന് യോഗ ചെയ്യുകയും മെഡിറ്റേഷൻ ചെയ്യുകയും ചെയ്ത് അവരെ മനസ്സമാധാനം നേടിപ്പോകാം. അങ്ങനെയല്ലോ നമ്മുടെ ലിഷ ടീച്ചറിൻ്റെയും ആനി ടീച്ചറിൻ്റെയും കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇവർ തലമുറകളിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഇവരുടെ ആ ഒരു അന്നത്തെ ഒരു സംഭാവന മൺമറഞ്ഞു പോയാലും എന്താണ് അതിൻ്റെ പ്രയോജനം നീണ്ടു നിൽക്കുകയാണ്. ഈ പറഞ്ഞാൽ ഞാൻ JRC-യിലായിരിക്കുമ്പോഴൊക്കെ എന്താവശ്യം വന്നാലും ആദ്യം കാശ് ചോദിക്കുന്നത് ഈ ലിഷ ടീച്ചറോടും ആന ടീച്ചറോടും ഒരു മടിയും കൂടാതെ നമുക്ക് ഇത് തരുന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കുക, അല്ലെങ്കിൽ വീണ്ടും ചോദിക്കാം. നമുക്കറിയാം ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് നിൽക്കാനായി അല്ലേ. അപ്പോൾ തരുന്തോറും ഏതാവശ്യത്തിനും സാമ്പത്തിക സഹായം എടുത്തു തരുന്നതിന് ഒരു മടിയുമില്ലാത്ത 2 അധ്യാപകരാണ്. അതുപോലെ എപ്പോഴും എന്ത് കാര്യത്തിനും ലിഷ ടീച്ചറിനോട് ചോദിച്ചാൽ ഒരു മടിയുമില്ല. അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കും. അതുപോലെ ലിഷ ടീച്ചർ ഞാൻ വരുമ്പോൾ 3 അധ്യാപകരിൽ, അതായത് UP സെക്ഷന് വളരെയധികം കോർഡിനേഷൻ ഉണ്ടായിരുന്നു. ഇപ്പം ഇല്ലെന്നല്ല, ഇപ്പം ബിൽഡിങ്ങൊക്കെ പല ക്ലാസ് റൂമൊക്കെ മാറി നിൽക്കുന്നതുകൊണ്ടാണ്. അതായത് കോർഡിനേഷൻ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാനിവിടെ വരിക. അപ്പോൾ ആ 3 പേരിൽ മിനി ടീച്ചറെ, ലില്ലി ജോർജ് സിസ്റ്റർ, ലിഷ ടീച്ചറെ കോർഡിനേറ്റ് ചെയ്യുന്ന ടീച്ചറാണ്. അതിന് ടീച്ചറുണ്ട്. പിന്നെ ഒരിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്ക് പോലും എന്നെ വേദനിപ്പിക്കാത്ത ആൾക്കാരാണ് ആര്, ലിഷ ടീച്ചറാണ്. പ്രത്യേകിച്ചും എൻ്റെ എന്താ പറയുക കോവിഡ് കാലത്തൊക്കെ ഈ 2 അധ്യാപകർ, ഞാൻ ടീച്ചറോട്ട് ഇംഗ്ലീഷ് പാരലായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് 7ാം ക്ലാസ്സിൽ, മിനി ടീച്ചറോട്ട് 6ാം ക്ലാസ്സിലും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കോവിഡ് കാലത്ത് 2 അധ്യാപകരും വർക്കൊക്കെ ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യും, ഫോർവേഡ് ചെയ്ത് തരും. ഞാൻ എന്ത് ചെയ്യും, തിരിച്ചൊന്ന് ഫോർവേഡ് ചെയ്ത് അടിയിൽ എന്ത് ചെയ്യും, ഒരു എൻ്റെ ഒരു വോയിസ് മെസ്സേജ് കൊടുക്കും. അപ്പോൾ ഇത്രയും നമ്മളെ സഹായിച്ച, നമ്മളെ ചേർത്ത് നിർത്തിയ, UP വിഭാഗത്തെ ശക്തമായിട്ട് നയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച, അതായത് 33 വർഷവും ഒരാൾ 29 വർഷം എന്നൊക്കെ പറയുമ്പോൾ നിസ്സാരമായ അനുഭവങ്ങളല്ല ഇവരിലുള്ളത്. അതിലോട്ട് താഴെയുള്ളവർ എത്തണമെന്ന് പറഞ്ഞാൽ അതൊന്നും നിസ്സാരമല്ല. പിന്നെ ഇതാണ് ആക്സെപ്റ്റ് സിറ്റുവേഷൻ ആസ് ഇറ്റ് ഈസ് അല്ലേ. സാഹചര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, ഉൾക്കൊണ്ടേ പറ്റത്തുള്ളത്. എങ്ങനെയായാലും അങ്ങനെ തന്നെ നമ്മൾ സ്വീകരിക്കുക. നമുക്ക് ആർക്കും എന്താണ് വേറെ എന്താണ് എസ്കേപ്പിസ് ഒന്നുമില്ല.
ഞാൻ അധികം ഇനി നീട്ടണില്ല, അത്യാവശ്യം നീണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇനി നിങ്ങളെ വിരമിപ്പിക്കേണ്ട ഒരു ചെറിയ പ്രാർത്ഥനയോടുകൂടി ഞാൻ അവസാനിപ്പിക്കാം. ഭാരതീയ സങ്കല്പം അനുസരിച്ച് നമുക്ക് ഒരു ശാന്തി മന്ത്രമാണ്. ചെറിയൊരു നമ്മൾ പറഞ്ഞേക്കാം. പലപ്പോഴും പലതും നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അർത്ഥം എന്താണെന്ന് അറിയത്തില്ല അല്ല. അർത്ഥം അറിയുമ്പോൾ നമ്മൾ പലതും കാണിക്കുന്നു. ഇതിൽ ഭാരത ഗുരുകുലത്തിൽ ശിവനോട് നിർത്തുന്നു. ടീച്ചർ, അടുത്തതായി നമ്മുടെ പ്രിയ അധ്യാപകർക്ക് ആശംസകൾ സംസാരിക്കുന്നതിനായി PTA പ്രസിഡന്റ് ശ്രീ മാത്യു കുര്യാക്കോസ് സാറിനെ ടീച്ചർ, പ്രിയ അധ്യാപകരെ, എനിക്ക് നീട്ടിപ്പിടിച്ച ആശംസ ആവശ്യമില്ല. ആവശ്യം പറഞ്ഞു ഞാൻ വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ടേ 2 റിട്ടയറാകുന്ന 2 അധ്യാപകർക്കും വളരെ സ്നേഹപൂർവ്വം എല്ലാവിധ ഭാവി ജീവിതത്തിൻ്റെ മംഗളങ്ങളും ആശംസിക്കുകയാണ്. ആന ടീച്ചർ അധ്യാപന ജീവിതം തുടങ്ങിയപ്പോഴും അധ്യാപനം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ രംഗത്തുണ്ട് എന്നുള്ളത് ഒരു വലിയ സന്തോഷമുള്ള കാര്യം. ആന ടീച്ചർ അധ്യാപനം ആദ്യമായിട്ട് ആരംഭിക്കുന്നത് എൻ്റെ സെൻറ്റ് മേരീസ് പാരലൽ കോളേജായിരുന്നു. അതിൻ്റെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് തുടങ്ങി PTA പ്രസിഡന്റ് അഫയേഴ്സിന് അവസാനിക്കുമ്പോൾ PTA പ്രസിഡൻ്റായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നു. അപ്പോൾ അത് എനിക്ക് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. നേരത്തെ സുഖമായിരിക്കുന്നത് വളരെ ലാളിത്യത്തോടും ഒത്തിരി തമാശകളിലൂടെയും എത്ര വലിയ ദുഃഖകരമായ സാഹചര്യങ്ങളിലും കോമഡി പറഞ്ഞുകൊണ്ട് അത് ലഘൂകരിക്കാനുള്ള കഴിവ് ആനന്ദിച്ചിട്ടുണ്ട്. അതാണ് കുട്ടികൾക്കും ടീച്ചറിനെ വളരെ എൻ്റെ മകളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഇൻറ്റിമസിയുള്ള ഒരു അധ്യാപികയായിട്ടാണ് ആനന്ദിച്ചത്. അത് ഈ UP പഠിക്കുന്ന അധ്യാപകർ UP പഠിക്കുന്ന അധ്യാപകർ പ്രത്യേകത കുഞ്ഞുങ്ങൾ അവരെ മാതൃവാത്സല്യത്തിലായിരിക്കുന്നതാണ്, അമ്മമാർക്ക് തുല്യമായിട്ടായിരിക്കുന്നതാണ്. അത് LP UP ക്ലാസ്സിലെ അധ്യാപകരുടെ ഒരു ഭാഗ്യം. ഒരു മാതൃവാത്സല്യത്തോടെ ഭാവി പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ പോലും ഇത് പഠിച്ചു കഴിഞ്ഞ് വലുതായി കഴിഞ്ഞാൽ പോലും ഒരു അമ്മയോട് കാണിക്കുന്ന സ്നേഹത്തോടെ ആയിരിക്കും കുട്ടികൾ അവരെ കാണുകയും സംസാരിക്കുന്നത്. അപ്പം അങ്ങനെ 2 ഭാഗ്യം ലഭിച്ച 2 മഹത് വ്യക്തികളാണ് ഈ 2 പേര്. ലിസ്റ്റജി എൻ്റെ ചേച്ചിയാണ്, ഞാൻ ജനിച്ചപ്പോൾ കാണുന്ന ഒരാളാണ്. അപ്പം കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. എങ്ങനെയൊക്കെ പ്രതികരിക്കും, എങ്ങനെയൊക്കെ കുട്ടികളെ പഠിപ്പിക്കും എന്നൊക്കെ എനിക്ക് ഊഹിക്കാതെ. കാരണം ചെറുപ്പം പോലെ തന്നെ വളരെ നിഷ്കളങ്കമായി സംസാരിക്കുകയും പറയാനുള്ള കാര്യങ്ങൾ കൊളോക്കിയലായിട്ട് തന്നെ വളരെ തുറന്നടിച്ച് പറയുകയും ചെയ്യുന്നത് ഒരു ഹൃദയവിശാല ലക്ഷണമാണ്. അതാണ് അധ്യാപക ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യം. അപ്പം അങ്ങനെ 2 പേരും 2 ശൈലിയിൽ തന്നെ കുട്ടികളുടെ മനസ്സിൽ ചിലപ്രതിഷ്ഠ നേടിയ 2 വ്യക്തികളാണ്. അവരുടെ ഇനിയുള്ള ജീവിതം കൂടുതൽ ഈ കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ പഠിപ്പിച്ചുള്ള കുട്ടികളുടെ പ്രാർത്ഥനയാലും അവർക്ക് കിട്ടുന്ന ഐശ്വര്യങ്ങളുടെ പ്രതിഫലത്താലും സമ്പദ്സമൃദ്ധമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2 പേർക്കും ഭാവി ജീവിതത്തിൽ എല്ലാവരും ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അടുത്തതായി ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിനായി LP വിഭാഗത്തിൽ നിന്നും സജിത ടീച്ചറെ എല്ലാവർക്കും നമസ്കാരം. വീട്ടിലിരിക്കുന്ന വിശിഷ്ട ഇന്നത്തെ നമ്മുടെ കാരണബുദ്ധനായ നമ്മുടെ പ്രിയ ടീച്ചർ ആനി ടീച്ചർ, ഞാനിന്ന് LP വിഭാഗത്തിൽ നിന്ന് ഒരു റെപ്രസെൻറ്റേഷൻ എന്നുള്ള രീതിയിൽ വന്നത്. ഞാനല്ലായിരുന്നു, ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ടാണ് കേട്ടോ. വിശുദ്ധ ടീച്ചറിന് ശരിക്കും ആശംസ പറയേണ്ടത് നമ്മുടെ അനു ടീച്ചറായിരുന്നു. പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഇന്നലെ രാത്രി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ പ്രിപ്പയർഡ് അല്ല, പക്ഷേ എനിക്ക് വിശുദ്ധ ടീച്ചറിനെയും അനു ടീച്ചറിനെയും കുറിച്ചൊക്കെ ഓർമ്മ ഇത് അച്ഛൻ പറഞ്ഞ പോലെ തന്നെയാണ്. 1ാം ക്ലാസ്സിൽ ഇവിടെ വന്ന് ചേർന്നു. അതായത് അധ്യാപകർ ഇപ്പം സാർ പറഞ്ഞ പോലെ എൻ്റെ കുര്യനെയും തോമയെ പോലെയൊക്കെ തന്നെയാണ്. കാരണം അധ്യാപകൻ്റെ മക്കളായിട്ട് ഇവിടെ വന്ന് ചേരും. നമ്മളിവിടെ അവർ ഓടി നടക്കുന്ന പോലെയൊന്നും ഓടി നടക്കാനുള്ള അതൊന്നും നമുക്കന്ന് ഇല്ലായിരുന്നു. കാരണം സിസ്റ്റേഴ്സിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു നമ്മുടെ സെൻറ്റ് റാഫേൽസ്. 1ാം ക്ലാസ്സിലെ വില്യം സിസ്റ്റർ
അതിനുശേഷം 3ാം ക്ലാസ്സിൽ ഏഞ്ചൽ സിസ്റ്റർ അങ്ങനെയൊക്കെ വന്ന് നമ്മൾ യു പിയിലേക്ക് എത്തി. സിസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ യു പിയിലേക്ക് എത്തിയപ്പോൾ യു പിയിൽ അധികം സിസ്റ്റേഴ്സ് ഒന്നുമില്ല. ഞാൻ 7-ലെത്തിയപ്പോഴാണ് ലിഷ ടീച്ചറിൻ്റെ ക്ലാസ് ടീച്ചറായിട്ട് വരുന്നത്. ഇംഗ്ലീഷ് എടുക്കാൻ വേണ്ടിയിട്ട് ലിഷ ടീച്ചറെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിട്ട് വരുന്നു. ആ വർഷമാണ് ടീച്ചറിൻ്റെ കല്യാണം. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അപ്പോഴും ഞാനിപ്പോൾ നമ്മുടെ മുന്നേ പറഞ്ഞു പോയ അച്ഛനൊക്കെ പറഞ്ഞു പോയ പണ്ടത്തെ കാലഘട്ടമല്ല ഇപ്പോഴത്തെ കാലഘട്ടം. ഇപ്പോൾ നീനുവിനെ ചിലപ്പോൾ അറിയാൻ പറ്റും, കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിള്ളേർ ആദ്യം ചോദിക്കുന്നത് ടീച്ചറെ ഭർത്താവിൻ്റെ വീട്ടിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ ആയിരിക്കും. പക്ഷേ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ ആ സമയം ചോദിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലിഷ ടീച്ചർ കല്യാണം കഴിഞ്ഞ് വന്നു, നല്ല സുന്ദരിയായിട്ട് പട്ടുസാരിയെ കൊടുത്ത് വരും ടീച്ചർ. അപ്പോൾ പോർട്ടിക്കോയുടെ അപ്പുറത്തെ ക്ലാസ്സായി. ഇപ്പോഴത്തെ ആ 7 ഇപ്പോഴും അത് തന്നെയായിരുന്നു, 7 തന്നെയായിരുന്നു ആ പൊടിച്ചു കളഞ്ഞ ആ ഭാഗത്തെ ക്ലാസ്. ടീച്ചർ സുന്ദരിയായിട്ട് വരും. അപ്പോൾ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുള്ളത് ടീച്ചർ അന്നൊരു കമ്മലിട്ടുകൊണ്ട് വരും. കമ്മൽ, അതായത് ഒരു സ്ഥലത്ത് പച്ച, ഒരു സ്ഥലത്ത് വെള്ളം. ആകെ ഞങ്ങൾ കുട്ടികളെ ടീച്ചറോട് ചോദിക്കുന്ന ഒരു കാര്യം ഇതാ, ടീച്ചറെ നാളെ വരുമ്പോൾ കമ്മൽ മറിച്ചിട്ടോണ്ട് വരും. കാണാനുള്ള ഒരു കൊതി കൊണ്ടാ, വേറെ ഒന്നും നമുക്ക് ചോദിക്കാനില്ല ടീച്ചറോട്. ഭർത്താവിൻ്റെ വീട്ടിൽ സുഖമാണോന്നാ, ഭർത്താവ് മാറിയാണോ, ഭർത്താവ് എന്ന് പറയാൻ പോലുള്ളതാണ് അന്നത്തെ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്കില്ല. പിന്നെ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കുറച്ച് അധ്യാപകരുടെ മക്കള് ആ കാലഘട്ടത്തിൽ ഇവിടെ പഠിക്കുന്ന ഒരു സമയം. അപ്പോൾ ഈ സിസ്റ്റേഴ്സ് ഞങ്ങളെയൊക്കെ നമ്മളടക്കി നിർത്തിയാലേ ബാക്കിയുള്ള കുട്ടികളെ അടക്കി നിർത്താൻ പറ്റും. അപ്പോൾ ഞാനുണ്ട്, മേഴ്സി ടീച്ചറിൻ്റെ മോളെ പ്രീമയുണ്ട്, റോസ്മിയുടെ ചേച്ചി നീതയുണ്ട്. ഞങ്ങളൊക്കെ ടീച്ചറിൻ്റെ ക്ലാസ്സിലാണ്. ആകെ എപ്പോഴും വളരെ സൈലൻ്റായിട്ടിരിക്കുന്ന ടീച്ചറിൻ്റെ കുട്ടികൾ. പക്ഷേ ഈ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പോകുന്ന കഴിഞ്ഞപ്പോൾ സിസ്റ്റേഴ്സിനെ കുറ്റം പറഞ്ഞല്ല, നമുക്ക് പേടിയായിരുന്നു. സിസ്റ്റേഴ്സിനൊക്കെ പണ്ട് ഭയങ്കര പേടിയായിരുന്നു. പേടിച്ച് നമ്മൾ ഓരോരുത്തരോടും ചെന്ന് ഒരു കാര്യം ചോദിക്കണമെങ്കിൽ ഞാൻ വരെയൊക്കെ മുട്ട വരയ്ക്കും. കാരണം എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കൂടെ വർക്ക് ചെയ്യുന്ന സിസ്റ്റേഴ്സാണ്. ചെറുപ്പം മുതലേ കണ്ടു വളർന്ന സിസ്റ്റേഴ്സാണ്. എന്നാലും അവരുടെ അടുത്തൊക്കെ പോയി നിന്ന് ഒരു കാര്യം ചോദിക്കണമെങ്കിൽ അന്ന് മുട്ട വരച്ചിരുന്ന കാലമായിരുന്നു. പക്ഷേ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള സുന്ദരിമാരായ ടീച്ചർമാർ നമ്മുടെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മളൊന്ന് സന്തോഷിക്കും. അങ്ങനെ ആ സന്തോഷത്തിൽ അങ്ങനെ ഇവിടെ നിന്ന് പോയി 10ാം ക്ലാസ് കഴിഞ്ഞു. ഞാൻ വളരെ ചുരുക്കം സമയം ഇവിടെ നിന്ന് മാറി നിന്നിട്ടുള്ളൂ. കാരണം 5 വയസ്സിൽ ഇവിടെ കൊണ്ടുവന്നിട്ടു. 21 വയസ്സായപ്പോൾ വീണ്ടും ടീച്ചറായിട്ട് ഞാനിവിടെ ജോയിൻ ചെയ്തു. അപ്പോഴാണ് ഈ പറഞ്ഞ പഠിപ്പിച്ച അധ്യാപകരുടെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല. ശരിക്കും ഞങ്ങളെപ്പോലുള്ള കുറച്ച് കൊച്ചു അധ്യാപകർ, അന്ന് ഞങ്ങൾ വളരെ കൊച്ചധ്യാപകർ കുറേ പേരുണ്ടായിരുന്നു. എനിക്ക് ഇവരുടെയൊക്കെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പഴയ കാലഘട്ടത്തിലുള്ള അധ്യാപകരാണ് ലിഷ ടീച്ചർ വരെയുള്ളവർ. കാരണം ഞാനിവിടെ കുഞ്ഞുനാൾ മുതൽ സിസ്റ്റർ റോസിനെയും കുര്യാക്കോസ് സാറിൻ്റെ അവിടെ കാലഘട്ടങ്ങൾ എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത്. സിസ്റ്റർ റോസിൻ്റെ കാലഘട്ടം, കുര്യാക്കോസ് സാറിൻ്റെ കാലഘട്ടം, അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്ന് പഠിച്ച് അവരുടെ ഒപ്പം ഈ കുര്യാക്കോസ് സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഈ ലിഷ ടീച്ചറിൻ്റെ ഇതിൽ ഞാൻ TTC കഴിഞ്ഞ് നിന്ന് എനിക്ക് പരീക്ഷ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എൻ്റെ അപ്പം വന്നിച്ചും പറയുവാണ്, KS ജോസഫ് സാറ് ലീവ് എടുത്തിട്ടുണ്ട്, നീ വീട്ടിൽ വെറുതെ ഇരിക്കുമല്ലേ വന്നോ എന്ന് പറഞ്ഞു. ഞാനന്ന് സാരിയെ കൊടുത്ത് അമ്മയുടെ കൂടെ പോകുന്നു, കാരണം വീട്ടിൽ വെറുതെ ഇരിക്കുമല്ലേ. പക്ഷെ അപ്പം സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി, കുര്യാക്കോസ് സാറിൻ്റെ കൂടെ പേടിച്ച് വിറച്ച്. സാറിൻ്റെ ബുള്ളറ്റ് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ പേടിക്കും. അതിൻ്റെ അപ്പുറത്ത് പക്ഷേ ലിഷ ടീച്ചർ പഠിപ്പിക്കാനുണ്ടായിരുന്നു. എനിക്ക് എന്തൊരു സമാധാനമായിരുന്നു ലിഷ ടീച്ചറിൻ്റെ കൂടെ. 6ാം ക്ലാസ് ബിയിൽ ടീച്ചർ എയിൽ, ഞാൻ എയിൽ, ബിയിൽ ഡെസിമോൾ ടീച്ചർ സിയിൽ. ടീച്ചറിന് ആ സമയത്താണ് നമ്മുടെ ഇതൊക്കെ വരുന്നത്, മറ്റേ ബാലൻസിൻ്റെ കംപ്ലൈൻ്റൊക്കെ വരുന്നത്. ഞാനിപ്പോൾ അത് ആ സമയത്തൊക്കെ ടീച്ചറിൻ്റെ ക്ലാസ്, ഞാൻ കൊച്ചു ടീച്ചറായതുകൊണ്ട്, അന്ന് ഏറ്റവും കൊച്ചു ടീച്ചർ ഞാനായതുകൊണ്ട് ഈ കൊച്ചു ടീച്ചറിനെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു വിടും, ആ ക്ലാസ് പോയി മാനേജ് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓടി നടന്ന് അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം. അങ്ങനെ ടീച്ചറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ടീച്ചർ പഠിപ്പിച്ചു, ടീച്ചറിൻ്റെ മക്കളെ പഠിപ്പിച്ചു. അങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ ടീച്ചറിൻ്റെ അടുത്തുണ്ട്. അനി ടീച്ചറെ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അനി ടീച്ചറിൻ്റെ ക്ലാസ്സിലിരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ടീച്ചർ ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ ഹൈസ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 9ലോ 10ലൊക്കെ ആയിരുന്നു എൻ്റെ സഹോദരങ്ങളെയൊക്കെയാണ് പഠിപ്പിച്ചത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, സമാധാനപ്രിയയാണ്. ഞാൻ എപ്പോഴും ഞാൻ എല്ലാവരോടും, ഇപ്പോൾ ലിഷ ടീച്ചറോടാണെങ്കിലും എല്ലാവരോടും വളരെ തമാശയും കുറേ കാര്യങ്ങൾ, ഞാൻ പൊട്ടത്തരമൊക്കെ പറയും. പക്ഷേ അനി ടീച്ചറിൻ്റെ അടുത്ത് ഞാൻ മനഃപൂർവ്വമായിട്ട് ഒരു റെസ്പെക്റ്റോടുകൂടി മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. കാരണം എന്നിൽ നിന്ന് യാതൊരു വിധത്തിലുള്ളൊരു വേദന പോലും ടീച്ചറിന് ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം നമുക്ക് അങ്ങനെ ഒരാളോട് ഒരു ഇത് ചിന്ത തോന്നുമല്ലോ. കാരണം
ഇയാൾ ബാക്കി ആരും ബഹുമാനിക്കപ്പെടേണ്ടവരല്ല എന്നല്ല, അവരുടെ പ്രകൃതം കൊണ്ട് നമുക്കങ്ങനെ തോന്നും. കാരണം നമ്മളോട് വളരെ സ്നേഹത്തോടെ പെരുമാറുകയും വീട്ടിലെ എനിക്കൊരു 10-15 വർഷം മുമ്പ് എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അസുഖം, അപ്പൻ്റെ മരണം, അങ്ങനെയുള്ള എൻ്റെ കുട്ടപ്പൻ്റെ ഡെലിവറി കാലമൊക്കെ എന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ എന്നെ ചേർത്ത് പിടിക്കുക. കാരണം എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കൂടെ വർക്ക് ചെയ്ത ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ അപ്പനെയും അമ്മയൊക്കെ പോലെ തോന്നുന്നത്. കാരണം അവരെയൊക്കെ എന്നും ഓർക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു പോകുന്നത്. കാരണം ഞാനപ്പോൾ ഇവരുള്ളപ്പോൾ ശരിക്കും ആ 7ാം ക്ലാസ്സിലെ കുട്ടിയോ 8ലെ കുട്ടിയോ ഒക്കെ എന്നുള്ള രീതിയിൽ ഞാനങ്ങനെ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ചെറുപ്പമാകാറുണ്ട്. ഇനിയുള്ള കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഇനിയിപ്പം ഞങ്ങളുടെ ഒപ്പം ചേർന്ന അധ്യാപകർ, അങ്ങനെ ഞങ്ങൾക്ക് വന്ന ശേഷം കൂടിച്ചേർന്ന അധ്യാപകർ, കൊച്ചു ടീച്ചർമാർ, ഞങ്ങളെ എന്ത് കൊച്ചു ടീച്ചർമാരെന്ന് വിളിക്കുന്ന പോലെ ഞങ്ങൾക്ക് കൊച്ചു ടീച്ചർമാരെന്ന് വിളിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ കൂടെയുള്ള ഒരു ജീവിതമായിരിക്കും നമ്മുടെ ഈ വിദ്യാഭ്യാസത്തിൽ ഞങ്ങൾക്ക് ഉണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ ഞങ്ങൾക്ക് മാതൃകയും ഒരുപാട് മാതൃക ഞാനിപ്പോഴും ഓർക്കേണ്ടത് ഈ ഒരു കോവിഡിന് മുമ്പുള്ള ശാസ്ത്രമേളയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല വെച്ചാൽ. കാരണം സോഷ്യലുകാരുടെ അടുത്തോട്ട് അടുക്കാൻ കൊള്ളത്തില്ല. അതുപോലെ ടെമ്പറിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആ പഴയ ബിൽഡിംഗ് അത് പൊളിച്ചു കളഞ്ഞു. ഞങ്ങളെല്ലാവരും ഇവിടെ. അപ്പോൾ സോൾജി നിഖിലൊക്കെ ഈ ഭാഗത്താണ്. ഞാനാണ് എത്തിപ്പെട്ടത് ആ സ്റ്റേജിൻ്റെ തൊട്ടരികില ക്ലാസ്സിൽ. ഇവരാണ് എനിക്ക് ചുറ്റും. അപ്പോൾ എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നടന്ന് ഇവരോട് വന്ന് ചോദിക്കണമെന്നുള്ളത് ടീച്ചർമാരോട് ചോദിക്കാമെന്ന് പറഞ്ഞായിരിക്കും ഞാൻ ചെല്ലുന്നത്. കാരണം ശാസ്ത്രമേളയാണല്ലോ. ശാസ്ത്രമേളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇങ്ങനത്തെ ശാസ്ത്രമേളയൊന്നുമല്ല, എന്തോ ഇവർക്കൊക്കെ തലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ആ UP സെക്ഷനിൽ നിന്ന് ഇപ്പം എൻ്റെ ക്ലാസ്സാണ് ഇവരുടെ കേന്ദ്രം. ആ റൂമങ്ങനെ നമ്മൾ ചെന്നതിൻ്റെ അകത്ത് പെട്ടാണ് അന്ന് തീർന്ന് നമ്മുടെ ജീവിതം. അതുപോലെയാണ് സോഷ്യലുകാരുടെ പുറകെ വാലം പിടിച്ച് സയൻസുകാർ പോകും. അതിൻ്റെ ഒന്നും ഈ രീതിയിൽ ഇവിടെ എത്തിപ്പെടുമെന്നും ഒന്നും ചിന്തിച്ചതല്ല. നിങ്ങളെ പഠിപ്പിച്ച ഞങ്ങൾ ഓരോരുത്തരും ഓരോ നിലയിലും വളരെ സന്തോഷത്തിലും സ്വർഗതുല്യമായ ജീവിതത്തിലുമൊക്കെ ജീവിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥന അനുഗ്രഹം കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കയറ്റമായിരിക്കില്ല. ഒരു കയറ്റമുണ്ടെങ്കിൽ എപ്പോഴും ഇറക്കവും ഉണ്ടാകണം. ഇറക്കം ഉണ്ടായാലേ പറ്റുള്ളൂ. കാരണം എപ്പോഴും വരുമ്പോഴും നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് എത്താൻ ശ്രമിക്കുക. എനിക്കൊരു പരാതി അതേ ഉള്ളൂ. കാരണം റിട്ടയർ ചെയ്ത് പോയി കഴിഞ്ഞാലും നിങ്ങൾ ഞങ്ങളെ മറന്നു പോകരുത്. കാരണം ഞങ്ങളെപ്പോലുള്ളവരാണ് നിങ്ങളെ വിളിക്കുന്നത്, നിങ്ങളുടെ മക്കളാണ് വിളിക്കുന്നത് എന്നുള്ള ചിന്തയിൽ എപ്പോഴും ഞങ്ങൾ വിളിക്കുമ്പോഴൊക്കെ വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. എല്ലാവർക്കും അത് ഇഷ്ടവുമാണ്. അപ്പോൾ ഈ ടീച്ചർമാരുടെ ഇനിയുള്ള ജീവിതത്തിൽ സന്തോഷവും ഒരിക്കലും മാറിയിരിക്കരുത്. എപ്പോഴും നമ്മുടെ കാര്യത്തിനും കൂടിയിട്ട് ഒരു പ്രയോറിറ്റി കൊടുക്കുക. വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് അങ്ങനെ നടക്കുമെങ്കിലും നമ്മുടെ കാര്യങ്ങൾക്കും കൂടി നിങ്ങൾ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട്. താങ്ക് യു സജിത ടീച്ചർ. അടുത്തതായി ആശംസ വാദിച്ച് സംസാരിക്കുന്നതിനായി ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് സോഫി ടീച്ചറെ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട മാനേജർ നമ്മുടെ കൊച്ചച്ഛൻ യോഹനാനച്ച, പ്രിൻസിപ്പൽ ജ്യോതി സാർ, HM ക്രിസ്ത്യൻ തോമസ്, വിരമിക്കുന്ന ടീച്ചർ, വർഷങ്ങളോളം അറിവിൻ്റെ ദീപം തെളിയിച്ച് അനവധി വിദ്യാർത്ഥികളുടെ ജീവിതം പുനഃഘടിപ്പിച്ച ടീച്ചർക്കും ടീച്ചർക്കും ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു വാചകം, ജീവനുള്ള ഒരു യഥാർത്ഥ അധ്യാപകൻ അരികിലുണ്ടെങ്കിൽ ജീവനില്ലാത്ത ഗ്രന്ഥങ്ങൾക്ക് എന്ത് മൂല്യമാണ്. ഇവിടെ 3 കാര്യങ്ങൾ ഈ വാചകത്തിൽ പ്രസക്തമാണ്. ജീവനുള്ള ഉണർന്നിരിക്കുന്നവരായിരിക്കണം അധ്യാപകർ. രണ്ടാമത്തത് യഥാർത്ഥ അധ്യാപകൻ എന്നതാണ്. അറിവിൽ നിന്ന് അധ്യാപനം നടത്തുന്നവരല്ല, അറിവിൽ നിന്ന് അധ്യാപനം നടത്തുന്നവരാണ് അധ്യാപകർ. മൂന്നാമത്തത് അരികിലുണ്ടായിരിക്കണം. അതായത് ഒരു വിദ്യാർത്ഥി വിദ്യാലയത്തിൽ നിന്ന് ഇറങ്ങി വീട്ടിലെത്തുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്നും അവൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ ഉണ്ടായിരിക്കണം. ഇങ്ങനെ ജീവനുള്ള ഉണർന്നിരിക്കുന്ന വിദ്യാർത്ഥിയുടെ അരികിലുള്ള യഥാർത്ഥ അധ്യാപകർ തന്നെയായിരുന്നു മാന്യ ടീച്ചറും ടീച്ചറും. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവരോട് സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു കൂടപ്പുറപ്പോട് സംസാരിക്കുന്ന ഒരു അനുഭൂതിയാണ് എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അതുപോലെ വിദ്യാലയത്തിലെ ഏത് ഉത്തരവാദിത്തം അത് ഏൽപ്പിച്ചാലും അത് ഏറ്റവും ഭംഗിയായി നടത്താൻ അവരെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ
കുട്ടികളെ പോലെ എപ്പോഴും ചിരിച്ചുകൊണ്ട് കലവില പറഞ്ഞുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇന്നത്തെ കുട്ടികളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ലക്ഷ്യ ടീച്ചറെ കുറിച്ചില്ല. അതേസമയം ആനി ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ ആനി ടീച്ചർ ഒരുപാട് തമാശകൾ പറയും. കൂട്ടത്തിൽ നിന്ന് നല്ല തമാശയൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ന് പറഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊക്കെ ചിരിക്കുകയും ചെയ്യും. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതൊരു ചിരിയിൽ ഒതുക്കാൻ ഒരു പ്രത്യേക കഴിവ് ആനി ടീച്ചറെ സംബന്ധിച്ചിടത്തോളമുണ്ട്. പിന്നെ ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വിദ്യാലയത്തിൽ പഠിച്ച് ഈ വിദ്യാലയത്തിലെ അധ്യാപകരായിരുന്നു ഈ രണ്ടുപേരും. ഇവർ ഈ വിദ്യാലയത്തിലെ പടികളിറങ്ങുമ്പോൾ, അതായത് ഈ സെന്റ് റാഫേൽസിന്റെ പൾസ് അറിയാവുന്ന അധ്യാപകരാണ് ഇവർ രണ്ടുപേരും. ഇവർ ഈ വിദ്യാലയത്തിലെ പടികളിറങ്ങുമ്പോൾ തീർച്ചയായും ഇവർ നമുക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. പ്രിയപ്പെട്ട ലക്ഷ്യ ടീച്ചറെ, ആനി ടീച്ചറെ, നിങ്ങൾ ഈ വിദ്യാലയത്തിൻ്റെ പടികളിറങ്ങിയാലും നിങ്ങളുടെ ഓർമ്മകൾ എന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഈ പുതിയ അധ്യായം ആരോഗ്യവും സമാധാനവും നിറഞ്ഞാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. താങ്ക് യു സോഫി ടീച്ചർ. അടുത്തതായി ആശംസകൾ സംസാരിക്കുന്നതിനായി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നും സൗമ്യ ടീച്ചർ. മാനേജർ ജോമാനച്ചൻ, അസിസ്റ്റന്റ് മാനേജർ യോഹന്നാനച്ചൻ, പ്രിൻസിപ്പൽ ജ്യോതി സാർ, മിസ്റ്റേഴ്സ് അൽഫോൺസ് സിസ്റ്റർ, വിരമിക്കുന്ന ടീച്ചർ, PTA പ്രസിഡന്റ് പുതിയ സാർ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൻ്റെ അധ്യാപന ജീവിതത്തിലെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് ഈ സെൻറ്റ് റാഫേൽസ് സ്കൂളിലായിരുന്നു. ഞാൻ ഈ സ്കൂളിലേക്ക് കടന്നു വന്നപ്പോൾ എന്നെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച രണ്ട് പ്രിയപ്പെട്ട അധ്യാപകരാണ് എൻ്റെ ലക്ഷ്യ ടീച്ചറും ആനി ടീച്ചറും. ആനി ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു കൂടപ്പിറപ്പിനോട് പറയുന്ന പോലെ തന്നെ നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളെല്ലാം പങ്കുവയ്ക്കാൻ പറ്റുന്ന ഒരാളാണ്. അപ്പം സോഫി ടീച്ചർ പറഞ്ഞ പോലെ തന്നെ സൈലൻ്റ് ആയിട്ട് തമാശകൾ പറയുന്ന ആളാണ്. ഞാൻ അറിഞ്ഞില്ലേ എന്നുള്ള മനസ്സിൽ തമാശകൾ പറഞ്ഞ് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരാളാണ്. എന്നാൽ ലക്ഷ്യ ടീച്ചറാണ് ഇച്ചിരി ബഹളത്തിലൂടെ തമാശകളൊക്കെ പറഞ്ഞ് നമ്മളെ പ്രസംഗാതരാക്കുന്ന ഒരാളാണ് ലക്ഷ്യ ടീച്ചർ. ഞങ്ങളുടെ ആ ഇരുട്ട് പറഞ്ഞ സ്റ്റാഫ് റൂമിൽ ലക്ഷ്യ ടീച്ചറുണ്ടെങ്കിൽ മിക്കവാറും അവിടെ തമാശകളും മുട്ടിച്ചിരികളും ഉണ്ട്. അപ്പോൾ അതുപോലെ എനിക്ക് വേണ്ട, ഞാൻ ഈ സ്കൂളിലേക്ക് വന്ന സമയം മുതൽ എല്ലാ സപ്പോർട്ടും ലക്ഷ്യ ടീച്ചർ ആനി ടീച്ചറും തന്നിരുന്നു. എന്നേക്കാൾ ഒത്തിരി സീനിയർ ആണെങ്കിലും അതിൻ്റെ ജാടയൊന്നും ഇല്ലാതെ ഒത്തിരി സ്നേഹത്തോടെ എല്ലാ സപ്പോർട്ടും തന്നിരുന്നു. അതിന് അതെല്ലാം നന്ദിയോടെ സ്മരിക്കുകയാണ്. ഇങ്ങനെ റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന രണ്ടുപേർക്കും എല്ലാ ആയിരായിരം സർക്കിളുകളും സന്തോഷവും നേർന്നുകൊള്ളുന്നു. താങ്ക് യു സോഫി ടീച്ചർ. അടുത്തതായി ആശംസകൾ സംസാരിക്കുന്നതിനായി മേജർ ടീച്ചറെ. വ്യക്തികളെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ലക്ഷ്യ ടീച്ചർ, ആനി ടീച്ചർ, പ്രിയപ്പെട്ട അധ്യാപകരെ, കാരണം ഞാൻ പ്രസംഗിക്കണം എന്നൊന്നും വിചാരിച്ചിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ സോഫി ടീച്ചറിൻ്റെ ആ ഒരു ഇത് ഏൽപ്പിച്ചതായിരുന്നു. പിന്നെ എല്ലാവരും പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ഓർത്ത് ഇത്രയും നാള് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട രണ്ട് ടീച്ചർമാർക്ക് എന്തെങ്കിലും ഒരു നന്ദിയുടെ ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു മോശമായിട്ട് പോകുമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഇത് രണ്ട് വാക്ക് പറയുവാണ്. സജിതയും പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം എനിക്ക് തോന്നുന്നു സോഷ്യൽ സയൻസിന്റെ ഒരു പ്രാധാന്യം അല്ലെ എല്ലാവർക്കും മനസ്സിലാകും. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. സുമ ടീച്ചറിനോടും സജിതയുടെ ആ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചതിൽ രണ്ടുപേരോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഒപ്പം എനിക്ക് ലക്ഷ്യ ടീച്ചറിനെ കുറിച്ചും ആനി ടീച്ചറിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ സജിത പറഞ്ഞതുപോലെ ആ ഒരു എക്സിബിഷൻ ശാസ്ത്രമേളയുടെ കാലഘട്ടം തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ ആ അവസരത്തിൽ മിനി ടീച്ചറിനെ ഞാൻ ഓർത്തുപോയി. കാരണം ഏറ്റവും കൂടുതൽ നേതൃത്വം തന്ന് ഞങ്ങളൊക്കെ ഒത്തിരി വഴക്ക് കേട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. എവിടെ എക്സിബിഷന് പോയാലും എല്ലായിടത്തും ചാർട്ട് എഴുതാനായിട്ട് അല്ലേ ഏറ്റവും കൂടുതൽ ലക്ഷ്യ ടീച്ചർ, അതോടൊപ്പം ആനി ടീച്ചർ ഒത്തിരി അതിനുവേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരുക്കി തരും. ചാർട്ടുകളൊക്കെ നമ്മൾ ഒട്ടിച്ച് കഴിയുമ്പോഴായിരിക്കും മിനി ടീച്ചറിന്റെ കടന്നു വരവരെ ഇത് പറ്റില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ടീച്ചറെ കുറിച്ച് കുറെ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ വീണ്ടും പറിച്ച് രണ്ടാമതേക്ക് ഒട്ടിച്ചു. അങ്ങനെ ഒരു വലിയൊരു കാലഘട്ടം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു കോവിഡിന് മുന്നേയുള്ള ആ ഒരു ശാസ്ത്രമേളകൾക്ക് എല്ലാ വർഷവും സ്റ്റേറ്റ് ലെവലിൽ ഞങ്ങൾ പങ്കെടുക്കുമായിരുന്നു. ആ സ്റ്റേറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ പോയി കഴിഞ്ഞാൽ 1, 2, 3 ഒക്കെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ തിരിച്ചെത്തുക. ആനി ടീച്ചർ ഉണ്ടാവാറില്ല. ഇംഗ്ലീഷ് ടീച്ചറും പിന്നെ ടീച്ചറും ഞാനും ഒക്കെ കൂടെ പോവുക. അന്നത്തേക്ക് ഒത്തിരി ഓർമ്മകളുണ്ട്. അതൊന്നും ഇവിടെ പങ്കുവയ്ക്കാൻ ഒത്തിരി സമയം പോകും. അതൊക്കെ നിങ്ങൾ ലക്ഷ്യ ടീച്ചറിനോട് ചോദിക്കുക. ടീച്ചർ വ്യക്തമായിട്ടൊക്കെ പറഞ്ഞു തരും. അതിലുപരിയായിട്ട് ടീച്ചർ ഒത്തിരി കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളെ രസിപ്പിച്ചിട്ടുണ്ട്. പൂനെയിലെ കഥകളെന്നൊക്കെ നിങ്ങൾ ചോദിച്ചാൽ മതി, ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് ഞാനായിട്ട് ഇവിടെ
പറയുന്നില്ല. അതുപോലെ തന്നെ ഒത്തിരിയധികം ഓർമ്മകൾ നമ്മളിവിടെ വന്ന കാലഘട്ടം മുതലേ 2 ചേച്ചിമാരായിരുന്നു സത്യത്തിലെ ടീച്ചറും ആന ടീച്ചറും ഒക്കെ. കാരണം ഞങ്ങളെല്ലാവരും പെരുമുന്നക്കാരാണ്. ആ ഒരു വലിയൊരു സ്നേഹവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതിലുപരി ഒത്തിരിയധികം അടുപ്പമുള്ള 2 അധ്യാപകരാണ്. ഏതായാലും ഇവരൊക്കെ ഇവിടുന്ന് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ വലിയ നഷ്ടങ്ങളാണ്. എങ്കിലും ഇനിയുള്ള അധ്യാപകർ ഇവരുടെയൊക്കെ പാത പിന്തുടർന്നുകൊണ്ട് ഇവരൊക്കെ കാണിച്ചിരുന്ന ആ ഒരു ആത്മാർത്ഥതയും കുട്ടികളോടുള്ള ഒരു സ്നേഹവും ഒക്കെ നമുക്കും ഉണ്ടാവണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം ഇവരുടെ റിട്ടയർമെന്റ് ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു മേജർ ടീച്ചർ. സ്നേഹനിർഭരമായ വികാരനിർഭരമായ വാക്കുകളിലൂടെ പഴയ കാലങ്ങളിലൂടെ ഞങ്ങളെയെല്ലാം കൂട്ടിക്കൊണ്ടുപോയി ആശംസകൾ അർപ്പിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അതോടൊപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ട നിഷാമയ്ക്കും ആനമ്മയ്ക്കും ഒരിക്കൽ കൂടി എല്ലാ മംഗളങ്ങളും നേരുന്നു. ഈ വൈകാരിക നിമിഷത്തിൽ തൻ്റെ 28 വർഷത്തെ സർവീസിന്റെ ഓർമ്മകളുമായി നമ്മോട് സംസാരിക്കുന്നതിനായി ആൻ ടീച്ചറെ സ്നേഹം പുഷ്പിക്കും. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, കോണ്ടാക്ട് സുഖമില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരുപാട് സ്നേഹമുണ്ട്. എങ്കിലും ഇനിയുള്ള നിങ്ങളുടെ ജീവിതകാലത്തിൽ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിവിടെ 1996 പ്രാക്ടീസിനായിട്ടാണ് ആദ്യമായിട്ട് സ്കൂളിൽ വന്നത്. ടീച്ചിങ് പ്രാക്ടീസിന് എൻ്റെ അധ്യാപക ജീവിതത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അവിടെയായിരുന്നു. 75 മുതൽ ഞാൻ ഈ മണ്ണിൽ വിദ്യാർത്ഥിയായി നടന്നപ്പോൾ എനിക്ക് ഒത്തിരി ആശ്വാസം ഉണ്ടായിരുന്നു. എല്ലാവരും പേടിച്ചിരുന്ന, നമ്മളെയൊക്കെ ഭയപ്പെടുത്തിയിരുന്ന എല്ലാ പാരൻസും വളരെ ആ കാലഘട്ടത്തിൽ വളരെ റെസ്പെക്റ്റും പേടിയോടും കൂടിയാണ് സിസ്റ്റർ റോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മോടൊപ്പം ഇല്ല, എങ്കിലും എനിക്ക് പൂർണ്ണ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എൻ്റെ 2-3 സഹോദരങ്ങൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. എൻ്റെ ബ്രദർ 2 സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു. ഒരുപാട് പേടിച്ചാണ് നടന്നിരുന്നെങ്കിലും ആ അന്ന് കിട്ടിയ ഗുരുത്വവും ഭയവും ഇന്നും എനിക്ക് ക്ലാസ് മുറികളിൽ അത് കുട്ടികളുടെ മുന്നിൽ ഉണ്ടാവുമായിരുന്നു. ഈവൻ ഇപ്പോൾ വന്നിരിക്കുന്ന നമ്മുടെ സിസ്റ്റർ നല്ല സ്നേഹത്തോടു കൂടിയാണെങ്കിൽ പോലും ഞാൻ ആ സിസ്റ്ററിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ട് എൻ്റെ മനസ്സിൽ. അപ്പം ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് വന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഇവിടെ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ആദ്യം ചോദിച്ചത് എത്ര വർഷം സർവീസ് ഉണ്ടായിരുന്നെന്നാണ്. അപ്പോൾ അന്നത്തെ ടീച്ചർ എന്നോട് പറഞ്ഞു, കൊച്ചു നിനക്ക് ഇത്രയും സർവീസ് ഉണ്ടെങ്കിലും ഒരുപാട് ദുഃഖങ്ങളിൽ കടന്നു പോയിട്ടുണ്ട്. 2002 ഞാൻ പെർമനൻ്റ് ആവുന്നത്. ബാക്കി ഞാൻ കണ്ടിന്യൂസ് സർവീസ് ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പം അന്നത്തെ ഹെഡ് മാസ്റ്റർ കുര്യാക്കോ സാറ് പറഞ്ഞത് എന്നെ പഠിപ്പിച്ചത് കൂടിയാണ്. സാറ് പറഞ്ഞു വെറുതെ ഇരിക്കല്ലേ പോലും, ഞാൻ അങ്ങനെ പഠിപ്പിക്കും. പക്ഷേ ഓരോ റീസൺ കൊണ്ട് ആ അപ്പോയിൻമെൻറ്റ് റിജക്റ്റായി പോകുമായിരുന്നു. അതിലൊന്നും എനിക്ക് ദുഃഖമില്ല. കാരണം എനിക്ക് യാതൊരുവിധ ഭയവും കൂടാതെ ഇവിടെ പഠിപ്പിക്കാറുണ്ട്. എന്നെ സ്നേഹിച്ച എൻ്റെ ഗുരുക്കന്മാരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്. പിന്നെ ഞാൻ അപ്പോയിൻമെൻറ്റ് പാസ്സായി കഴിഞ്ഞ് വേറെ ലോകത്തിലായിരുന്നു. സുത്തൻ ടീച്ചറിൻ്റെ കാര്യപടിയുള്ള എല്ലാവർക്കും അറിയാം. എനിക്കിവിടെ പ്രവർത്തിക്കാൻ അത്രയൊന്നും സാധിച്ചിട്ടില്ല. ഞാൻ പഠിച്ച BEd കോളേജിൽ പഠിച്ചാണ്. ലേജർ ടീച്ചറെന്ന് അറിയാം. അവിടെയൊക്കെ എനിക്ക് നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ടിക്കറ്റ് വെച്ചത്. പിന്നെ ഇവിടെ അത്രയ്ക്കൊന്നും പറ്റില്ല. അക്കാദമിക് ലെവലിൽ അങ്ങനെ പോയി ശാസ്ത്രമേളയിലൊക്കെ ഞാൻ മത്സരത്തിൽ പങ്കെടുത്ത്, എങ്കിലും എനിക്ക് അത്രയും ഞാൻ പറയുന്നില്ല, അത്രയൊന്നും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ നിങ്ങളെ വിട്ടുകൊണ്ട് എനിക്കൊരു ദുഃഖമുണ്ട്. നാളെ അതായത് ജൂൺ മാസം സ്കൂൾ തുറക്കുമ്പോൾ നമ്മൾ ഈ നിമിഷം പോകുന്നു. എല്ലാവരും സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മൾ വീട്ടിലാണ് സന്തോഷത്തോടുകൂടി ഇരിക്കാനും പ്രാർത്ഥിക്കുക. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എവിടെയാണോ നമ്മൾ ആയിരിക്കുന്നത് അവിടെ അവിസ്മരണീയമാക്കി മാറ്റുക എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഇത്രയും ചെയ്ത ഈ സെൻറ്റ് ഓഫ് കമ്മിറ്റിയുടെ കൺവീനർ ബിജു ടീച്ചർ, മേജർ ടീച്ചർ, എന്തിനും ഏതിനും ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയ സ്നേഹമുള്ള മിസ്ട്രസ്, അതുപോലെ പ്രിൻസിപ്പള്, മാനേജർമാർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നുണ്ട്. അതോടൊപ്പം നിങ്ങളോട് ഞാൻ പറയുന്നു, ഇവിടെ എന്ത് പരിപാടി നടന്നാലും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും, ഞങ്ങളെ അറിയിക്കണം, ഞങ്ങൾ വരികയും ചെയ്യും. അപ്പോൾ എല്ലാവരും, എൻ്റെ അനിയത്തിമാരും അനിയന്മാരും എല്ലാ ടീച്ചിങ് സ്റ്റാഫിനോടും എല്ലാ പാരൻസിനോടും പിറ്റേങ്ങളോടും എല്ലാവരോടും ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു ഇവിടെ പഠിപ്പിക്കാൻ വരുന്ന കാലം.
പക്ഷെ ഈ വർഷം എനിക്ക് അത്രയധികം അങ്ങോട്ട് എൻ്റെ മനസ്സ് തുറന്ന് അങ്ങോട്ട് പോരാൻ പറ്റിയിട്ടില്ല. ഓൾ ദ ബെസ്റ്റ്. മനസ്സൊക്കെ വിഷമിച്ചിരിക്കുവാണ്. അപ്പോൾ ഇതിനിടയിൽ ഒരു ചെറിയൊരു സന്തോഷത്തിന് വേണ്ടി ഞങ്ങളുടെ ഒരു ചെറിയൊരു ഡാൻസ്. കയ്യിലെത്തുമ്പോൾ അമ്മാരിക്കൊരു ഗോലുമാല്, ചക്കരക്കുടം തൊട്ടു നോക്കി നാക്ക് പൊള്ളിയ ചങ്ങാരിക്കൊരു ഗോലുമാല്.
അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മാർജച്ചനും നമ്മുടെ അസിസ്റ്റന്റുമാരുടെയൊക്കെ തിരക്കുള്ള ദിവസമാണ്. ആ തിരക്കുള്ള ദിവസവും നമ്മൾ മുൻകൂട്ടി അറിഞ്ഞ് പെരുമാറേണ്ട ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഓരോ സ്ഥലത്തും സമയം കളയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ ഉൾപ്പെടെ ചിന്തിക്കണം, അത് കളയാൻ പാടില്ലായിരുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഞാനും ഇടയ്ക്കിരുന്ന് കണ്ണു നിറഞ്ഞു പോയ സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഞാൻ ബഹുമാനപ്പെട്ട സിസ്റ്റർ നന്ദി പറയുന്നത് കേട്ടി എന്നോട് തന്നെ പറയാൻ സാഹചര്യം ഉണ്ടായി. പെണ്ണുള്ള കണ്ണിൽ നിന്ന് കണ്ണീര് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും രക്തബന്ധത്തിന് കണ്ണു നിറയും എന്നെനിക്കറിയാം. നമുക്കറിയാം, ഓരോ അധ്യാപകനും കടന്നു പോകുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ റിട്ടയർമെൻറ്റ് വളരെ മനോഹരമായി തീർക്കുന്നതിലുപരി ഞാനിവിടെ നിന്ന് കടന്നു പോകുമ്പോൾ, കുട്ടികളിൽ നിന്ന് കടന്നു പോകുമ്പോൾ എനിക്ക് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്വം നിന്നും പിന്മാറാതെ സമയാസമയങ്ങളിൽ ചെയ്തുകൊണ്ട് കടന്നുപോയാൽ തീർച്ചയായിട്ടും ആ അധ്യാപക ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കാൻ സാധിച്ചു. അല്ലെങ്കിൽ സംതൃപ്തനാണ്. ചാലക്കുടി മേരൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ മേരൂർ പഞ്ചായത്ത് സ്പോർട്സ് അക്കാദമിയുടെ വളരെ വലിയൊരു ഫുട്ബോൾ മേള നടക്കുക. ആ സന്ദർഭത്തിൽ കൗശികൻ IAS കളക്ടർ സാർ എനിക്കൊരു മെമ്മന്റോ തരികയുണ്ടായി. ശേഷം അദ്ദേഹം എന്നോട് ചോദിച്ചു, സാർ ഈ അധ്യാപന വൃത്തി, കായികാധ്യാപന വൃത്തി സാർ സന്തുഷ്ടനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, 100% ഞാൻ സന്തുഷ്ടനാണ്. എന്നാൽ ഇനിയും എനിക്ക് ഒത്തിരി കാര്യം ചെയ്യാൻ സാധിക്കും. അത് ചെയ്തു തീർക്കാൻ പറ്റാത്ത എൻ്റെ കഴിവ് കുറവുകൊണ്ടല്ല, മറിച്ച് എന്നോടൊപ്പം നിൽക്കുന്നവരുടെ ചില സാഹചര്യങ്ങളുടെ കുറവുകൊണ്ടും ചിന്തയില്ലായതുകൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടും ഒക്കെ എനിക്ക് ഇനിയും ചില കാര്യം ചെയ്തു തീർക്കാൻ പറ്റാത്ത ഒരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. എന്നാൽ എൻ്റെ തസ്തികയിൽ ഞാൻ പരിപൂർണ്ണ സംതൃപ്തനാണെന്ന് കൗശികൻ IAS കളക്ടറോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ ഇവിടെ പറഞ്ഞു വന്നത്, നാം കടന്നു പോകുമ്പോൾ എപ്പോഴും നമ്മുടെ കർത്തവ്യം ഇരുവരും മനസ്സിലാക്കുക. മനസ്സിനും ശരീരം മാത്രം പ്രായമാകുന്നു, മനസ്സ് പ്രായമാകുന്നില്ല. അപ്പോൾ മനസ്സിന് ഒക്കെ ഒത്തിരിയേറെ നല്ല കാര്യം ചെയ്യാൻ സാധിക്കും. മനസ്സിന്റെ യുവത്വം നിലനിർത്തിക്കൊണ്ട് ഇരുവരും മുമ്പോട്ട് പോകണമെന്നുള്ള അഭ്യർത്ഥനയും പ്രാർത്ഥനയും മാത്രമാണ് എനിക്കുള്ളത്. ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട മാർജച്ചൻ, അസിസ്റ്റന്റ് മാർജച്ചൻ, പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ, പ്രിയപ്പെട്ട ഹെഡ് മിസ്റ്റേഴ്സ്, ഇവിടെ സംസാരങ്ങൾ തുടർന്ന സൈലൻ ടീച്ചർ, സുമൻ ടീച്ചർ, സോഫി ടീച്ചർ, സൗമ്യ ടീച്ചർ, അതുപോലെ തന്നെ സൂപ്പർ ഡാൻസ് അവര് നമ്മുടെ ജിഷ ടീച്ചറിനെയും ആനി ടീച്ചറെ വിളിച്ചത് വന്നപ്പോഴത്തേക്ക് ജിഷ ടീച്ചർ പങ്കെടുത്ത കാര്യം അപ്പൊ ആനി ടീച്ചർ എന്ത് ചെയ്യണോ നിങ്ങൾ മനോഹരമായ ഒരു അവസ്ഥയാണ്. കാരണം നമ്മുടെ ഒരു ബുദ്ധിമുട്ടിയ ഒരു സാഹചര്യത്തിൽ അല്പം സന്തോഷം നൽകിക്കൊണ്ട് കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഇവിടെ സംജാതമാക്കിയിരുന്നു. അതൊക്കെ മനോഹരമാക്കിയിരുന്നു. എല്ലാം മനോഹരമായിരുന്നു. ഈ അവസരത്തിൽ പിന്നിൽ പ്രവർത്തിച്ചവർ നാം അറിയണം. ബിജു ടീച്ചർ ഇങ്ങനെ ഒരു കാര്യം സംഘടിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം ടീച്ചറെ കഷ്ടപ്പെട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആംഗർ ചെയ്തവര്, ഈശ്വര പ്രാർത്ഥന നടത്തിയവര്, വേറെ ആട്ടിനെ വിട്ടുപോയിട്ടുണ്ടാകും. ടീച്ചർ എന്താ കാഴ്ച ഓരോരുത്തരും പല പല കാഴ്ച ഞാൻ ഞാനായിരുന്നു. ഞാനത് ഇത് വെച്ച് ബോംബെ കഥകളല്ലേ വന്നത്, അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റ വാക്കിൽ എല്ലാവർക്കും ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. തുടർന്നുള്ള എല്ലാ പരിപാടികളും സമയബന്ധിതമായിട്ട് തീർക്കണം. പറഞ്ഞു വരാൻ കാര്യം, മാർജച്ചനും അസിസ്റ്റന്റുമാരും തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ നമ്മൾ സമയം കടന്നു പിടിക്കരുത്. അത് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ശിരസ് നമിച്ച് നന്ദി പറഞ്ഞു തീർക്കുന്നു. നന്ദി, നമസ്കാരം.
ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഇതേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. വിശുദ്ധ റഫായന്മാരുടെ മധ്യസ്ഥത്തിൽ നിലകൊള്ളുന്ന ഈ വിദ്യാലയത്തിലും 33 29 വർഷങ്ങൾ പഠിപ്പിച്ച് ഇവിടെ നിന്ന് യാത്രയാകുന്ന ലക്ഷ്മി ടീച്ചറിനെയും ആന ടീച്ചറിനെയും അങ്ങേത്തിനും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരെ പഠിപ്പിച്ച അധ്യാപകർ, ഇവരുടെ മാതാപിതാക്കൾ, അതോടൊപ്പം തന്നെ ഇവരുടെ കൂടെ ആയിരുന്ന സഹപ്രവർത്തകർ, ഇവർ പഠിപ്പിച്ചു വിട്ട കുട്ടികൾ, അവരെല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ അങ്ങ് ചൊരിഞ്ഞ ഈ വിദ്യാലയത്തിനും ഈ പ്രദേശത്തിനും ഈ നാടിനും ഈ വിദ്യാർത്ഥികൾക്കുമെല്ലാം അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നു. ഈ നാടിന് നന്മയായി തിരകക്കുറിയായി ഈ വിദ്യാലയം ഉയർന്നിരിക്കുവാൻ ഇനിയും അങ്ങയുടെ വരുത്തണമേ. ഈ നാടുകളിലെ ഈ വിദ്യാലയത്തെയും ഈ അധ്യാപകരെയും അങ്ങ് കാത്തു പരിപാലിച്ചതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളതെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടുമെന്ന ലക്ഷ്യ കർത്താവെ, ഒന്നിനെക്കുറിച്ചും ആകുലരാകാതെ അങ്ങയുടെ ആശ്രയം വെച്ച് ജീവിക്കുവാനായിട്ട് അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ. പ്രത്യേകമാവിധം ഇവരുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലക്ഷ്യ ടീച്ചറിൻ്റെയും ആന ടീച്ചറിൻ്റെയും ഇത്രയും നാളത്തെ ജീവിതത്തിൽ അങ്ങ് പരിപാലനം നടത്തിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തുടർന്നുള്ള ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സാന്നിധ്യവും കരുതലും കാവലും ഇവരുടെ ഉണ്ടായിരിക്കട്ടെ. ഇവരുടെ നിന്ന് യാത്രയാകുമ്പോൾ പ്രത്യേകമാവിധം ഇവിടെ തുടർന്നുള്ള ജീവിതത്തെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഇവിടെ വന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുകയാണ്. ഈശോയെ എന്നെല്ലാം അങ്ങ് പ്രതിഫലം നൽകണമേ. എല്ലാം ഉപേക്ഷിച്ച് അങ്ങേ അനുഗമിച്ച് നന്മ ചെയ്യാനായിട്ട് സുവിശേഷം ജീവിക്കാനായിട്ട് അങ്ങേ അനുഗമിച്ച ശിഷ്യരോട് പത്രോസിനോട് അങ്ങരുടെ ചെയ്തല്ലോ. ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക എന്ന് ചോദിച്ചപ്പോൾ അങ്ങ് കൊടുത്ത മറുപടി ഇതാണല്ലോ, ഈ ലോകത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും, സ്വർലോകത്തിൽ 100 ഇരട്ടിയായി. പ്രകാരം ഇവർ ചെയ്ത എല്ലാ നന്മകൾക്കും അങ്ങ് ഇവർക്ക് സമാധാനമായി ആശ്വാസമായി പ്രതിഫലം നൽകണമേ. ജീവിതത്തിൽ അനുഗ്രഹങ്ങളായി ചൊരിയണമേ. ഒരു കുടുംബങ്ങൾ അത് അനുഗ്രഹമായിട്ട് മാറട്ടെ. ഈശോയെ, ഇന്ന് ഞങ്ങളുടെ കൂട്ടായ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ കൂടെ ആയിരിക്കാൻ സാധിക്കാതെ ഓരോരുത്തരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്നേഹ കൂട്ടായ്മയെ വർദ്ധിപ്പിക്കണമേ. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവാൻ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് മൂലം നിങ്ങളുടെ ശിഷ്യരാണെന്ന് ഈ ലോകം അറിയുമെന്ന് കൽപ്പിച്ച ഈശോനാഥ, പരസ്പര സ്നേഹത്തിൽ, നന്മയിൽ, വിശുദ്ധിയിൽ, ഐക്യത്തിൽ ഞങ്ങളുടെ അധ്യാപകരെ, ഞങ്ങളുടെ അനാധ്യാപകരെ, വിദ്യാർത്ഥികളെല്ലാം കാത്തു സൂക്ഷിക്കണമേ. അങ്ങനെ ഈ പ്രദേശത്തിന് സാക്ഷ്യമായി വെളിച്ചമായി ഈ വിദ്യാലയം മാറുവാനിടയാകട്ടെ. ഇന്നത്തെ ഈ ദിനത്തെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദയാപൂർവ്വം അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ പിതാവേ, മാലാഖയെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ലക്ഷ്യ ടീച്ചറിനും അനുജനോട് മനുഷ്യൻ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞു പറയുന്ന സ്വസ്തി കർത്താവിനോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ സ്വസ്തി കർത്താവിനോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ സ്വസ്തി കർത്താവിനോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു.
നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ റാഫായന്മാരായ മധ്യസ്ഥ നാം എല്ലാവരും പ്രത്യേകിച്ച് വിശുദ്ധാന്യങ്ങളുണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും. വണ്ടി കയറാല്ലേ? ജെസി മനസ്സിലാണ്. ടീച്ചറിനെ അറിയല്ല പറഞ്ഞു കൊടുക്കണം ഡ്രൈവറിന് കേട്ടോ, മറക്കരുത് കേട്ടോ. ചെല്ലു ചെല്ലു. ഡോറ് ഇത് അനുസരിച്ചിട്ട് ആയിരിക്കും പാടുമെടുത്തു. അതെ പങ്കത്തോടെ ഇപ്പുറത്തുവാ ഇവരുടെ പുറകിലോട്ട് വിനോദ് ചേട്ടാ പൈസ ഇടാവുക